സ്ഥലത്ത് ടച്ച് ചെയ്യാനുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബൻ ഖുലൂബൻ ഖശുഅ. അമ്മാ ബഅദ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത വഅസീല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലഡ് സിസ്റ്റേഴ്സ്, എന്റെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, ഇന്ന് പതിവിന് വിപരീതമായി ഞാനൊരു ലൈവ് സ്റ്റോറി, അതായത് സൗദി അറേബ്യയിൽ സംഭവിച്ച ഒരു കഥയാണ് ഞാൻ ഇന്ന്, ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണെന്ന് വേണം പറയാൻ. ഞാൻ എന്റെ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ഷമയെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഒരു കഥ കിട്ടി, അത് അവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവരത് ഭയങ്കര ഫീലിങ്സ് ആയിട്ട് പിന്നെ അവതരിപ്പിക്കുന്ന കേട്ടപ്പോ എനിക്ക് തോന്നി ഇത് നിങ്ങളോടൊക്കെ പറയാം. കാരണം ക്ഷമ നമുക്ക് ഇത് ക്ഷമ, തവക്കുല്, ഈമാന് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ്. ഇതൊരു ബ്രദർ, ഒരു ആങ്ങള, അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരി ക്യാൻസർ പിടിച്ച് മരിച്ചപ്പോ അവള് മരണശേഷം അദ്ദേഹം എഴുതുന്ന ഒരു കഥയാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ റസാഖ് ബിൻ അബ്ദിൽ മൊഹസിൻ അൽ ബദർ. അദ്ദേഹത്തിന്റെ സിസ്റ്റർ നൂറ ബിൻത്ത് അബ്ദുൽ മൊഹസിൻ ആണ്. അപ്പൊ കഥ ഇങ്ങനെ കേട്ടാ ഭയങ്കര ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണ്. കാരണം ക്ഷമയുടെ പീക്കായിരുന്നു എന്ന് വേണം പറയാൻ, അല്ലെ? ഉഹ്തി സാബിറത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ. എന്റെ സഹോദരി, ക്ഷമാശീലിയായ സഹോദരി, ഹൃദയസ്പർശിയായ മലയാളം. ഇതൊരു അറബിക് സ്റ്റോറിയാണ്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ്. ഈമാന്റെ മാധുര്യം എന്താണെന്ന്, സബർ ചെയ്യുന്നതിന്റെ വിധിയും അതിന്റെ പ്രതിഫലം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. കേവലം 31 പേജസ് ഉള്ള ഒരു കുഞ്ഞു പുസ്തകമാണ്. പക്ഷെ എന്നാലും ഇതിൽ ഭയങ്കര വിഷമങ്ങൾ നിറഞ്ഞൊരു ബുക്കാണ്. ഈമാനിന്റെയും ക്ഷമയുടെയും നേർസാക്ഷ്യമാണ് ഈ പുസ്തകത്തിലെ ഓരോ വരികളും. അത് ജീവിച്ചിരിക്കുന്ന ഒരു സത്യവിശ്വാസി അനുഭവിച്ച, നമ്മൾ കുറെ സ്വഹാബാ കിറാമുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ നബിന്റെ കാലത്ത് നബിയെ കണ്ടു വളർന്നവരാ. ഇത് നബിയുമായിട്ടൊരു ടച്ച് ഇല്ലാത്ത നമ്മുടെ കാലഘട്ടത്തിൽ കുറച്ചൊരു 10-70 കൊല്ലം മുൻപ് ഉണ്ടായ ഒരു കഥയാണ്. ഈ പുസ്തകം വായിക്കുന്ന, ഈ കഥ കേൾക്കുന്ന ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് പ്രയാസങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ആമീൻ. അതായത് എന്റെ ക്ഷമാശീലയായ സഹോദരി എന്നാണ് ഈ കഥയുടെ പേര്. ഇത് ഷെയ്ഖ് അബ്ദുൾ റസാഖ് ബിൻ അബ്ദുൽ മൊഹ്സിൻ അൽ ഖദർ എന്ന ആളാണ് ഇത് എഴുതിയിട്ടുള്ളത്. ലോക മുസ്ലിങ്ങൾക്ക് മാഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് അദ്ദേഹം നമുക്ക് ആശംസിക്കുന്നു. ആമീൻ. പഠിച്ചവനെ റബ്ബെ, മാരകമായ രോഗങ്ങളിൽ നിന്നും, താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഹത്തിലും പകരത്തിലും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ സയ്യാത്തുകളും ഹസനാത്തുകളായി മാറി തീരട്ടെ. ആമീൻ. നമ്മൾ സൂറത്തു സുമർ ഡെയിലി പാരായണം ചെയ്യുന്ന സൂറാണ്, അല്ലെ? അതിലെ 10ാമത്തെ വചനം ഭയങ്കര നമുക്ക് എപ്പോഴും എന്താണ്, നമ്മളെപ്പോഴും, അതായത് ഒരു സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനമാണെന്ന് പറയാം, അല്ലെ? ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായിട്ടും ക്ഷമാശീലർക്ക് അള്ളാഹു തങ്ങളുടെ പ്രതിഫലം കണക്കില്ലാണ്ട് നൽകപ്പെടുന്ന, അല്ലെ? ക്ഷമയ്ക്കും നോമ്പിനും ആണ് അള്ളാഹു പ്രതിഫലം അത് കണക്ക് നോക്കാണ്ട് കൊടുക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ്. ഇമാം അൽ ഔസായി റഹിമഹുല്ലാ പറയുന്നു, അവർക്ക് വേണ്ടി പ്രതിഫലം തൂക്കുകയോ അളക്കുകയോ ചെയ്യില്ല, മറിച്ച് അള്ളാഹു അത് കോരി കൊടുക്കുക തന്നെ ചെയ്യൂല. എല്ലാത്തിനും പ്രതിഫലത്തിന് അത്ര ഇരട്ടി ഇത്ര ഇരട്ടി എന്നൊക്കെ പറയൂലേ. നോമ്പിന്റെ വിഷയത്തിലും സ്വബറിന്റെ വിഷയത്തിലും അങ്ങനെ ഒരു കണക്കുമില്ല. അള്ളാന്റെ കോരൽ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആകൃതിയും വലുപ്പവും ഒന്നും നമുക്കറിയില്ല, ഏകദേശം ഒരു ധാരണ മാത്രം, അല്ലെ? അർഷിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ നമ്മൾ അന്തം വിട്ടു പോയിക്കുന്നു. അങ്ങനത്തെ അള്ളാഹുവിന്റെ കൈകൾ കൊണ്ട് കോരിയെടുക്കുമ്പോ എത്ര കിട്ടുകയല്ലേ നമുക്ക് ആർക്കും അറിയില്ല. ഓ സുബ്ഹാനല്ലാഹ്, അത്തരത്തിൽ വാരിക്കോരി നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഭൂമിയുടെ അങ്ങേയറ്റം വരെ ക്ഷമ
ക്ഷമ പാലിക്കാനുള്ള കരുത്തും നൽകട്ടെ. പക്ഷെ ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കരുത് കേട്ടോ. ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കലും ആരും പറയരുത്. അപ്പൊ അങ്ങനത്തെ അവസരങ്ങൾ തന്ന് അള്ളാഹു ടെസ്റ്റ് ചെയ്ത് നമ്മളെ കുഴക്കി കളയും ആകുള്ള. അപ്പം നമ്മുടെ ഗ്രന്ഥകർത്താവിന്റെ പേരെന്തേനും അബ്ദുൾ റസാഖ് പറയുകയാണ്, ഞാൻ കരുതുന്നു അള്ളാഹുവിന്റെ മേൽ ഞാൻ ആരെയും പ്രശംസിക്കുന്നില്ല. എന്റെ ബഹുമാനിയും പ്രിയപ്പെട്ടവളുമായ സഹോദരി നൂറ ബിൻത്ത് അബ്ദുൽ മുഹസിൻ സുൽഫി പട്ടണത്തിൽ ഹിജറ 1379 ഷാബാൻ മാസം 3-ാം തീയതിയാണ് ജനിച്ചത്. അവൾ ഭയങ്കര ക്ഷമാശീലയും പ്രതിഫലം ആഗ്രഹിക്കുന്നവളും അള്ളാഹുവിൽ നിന്നുള്ള മാത്രം പ്രതീക്ഷിക്കുന്നവളുമായിരുന്നു. അവന്റെ പക്കലുള്ളത് ഏറ്റവും ഉത്തമമാകുന്നു അല്ലെ. അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് ഏറ്റവും ഉത്തമം. 20 വർഷത്തിലേറെയായി കഠിനമായ രോഗങ്ങളും വേദനകളും അവൾക്ക് തുടങ്ങിയിരുന്നു. ഈ കാലത്തിലുടനീളം ക്യാൻസറും ട്യൂമറും കൊണ്ടും അവൾ പരീക്ഷിക്കപ്പെട്ടു. മാത്രമല്ല അവളുടെ ശരീരത്തിലെ ബോഡിയിൽ ഈ ക്യാൻസർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വേദനയും പിന്നെ ട്യൂമറും മറ്റേ കീമോതെറാപ്പി ചികിത്സയുമായി ഇങ്ങനെ അവള് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ഡോക്ടർമാർക്ക് ഒരു മാർഗം ആ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അവർക്ക് ഒരു രക്ഷയില്ലാണ്ട് അവര് സ്ഥിരമായിട്ട് ക്യാൻസറിന്റെ ഒരു ഗുളിക ഉണ്ടല്ലോ, അതിന്റെ പേരൊന്നും ഞാൻ മറന്നുപോയി, ഒരു മാർഗവും ഇല്ലാത്ത വിധം കഠിനമായി കുറയ്ക്കുന്നതിനും ആശ്വാസം നൽകുന്നതിനും വേദന സംഹാരി ഗുളികകൾ അത് ഇങ്ങനെ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്നു. അവളുടെ ക്ഷമാശീലവും പ്രതിഫലം കാക്ഷിക്കുന്നവളുമായതുകൊണ്ട് തന്നെ ഒരു അക്ഷമയോ അതൃപ്തിയോ പ്രകടിപ്പിച്ചിരുന്നില്ല അല്ലെ. അള്ളാഹു എനിക്കല്ലേ ഇതൊക്കെ തന്നു, ഞാനിതെങ്ങനെയാ സഹിക്കുക. കുട്ടികളെ കണ്ടവൾക്ക് അല്ലെ അതൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. അള്ളാഹു എന്ത് തന്നാലും അലിക്കും ഹൈറുല്ലക്കും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അവൾക്ക്. അവളുടെ അത്ഭുതകരമായ കാര്യങ്ങളിൽ ഒന്നാണ്, അവളെ ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നാൽ പോലും അവരോട് സഹതാപം കാണിക്കുകയും അവരെ സന്തോഷിപ്പിക്കുക. ആരെങ്കിലും വരുമ്പോ അങ്ങനെയാണല്ലോ, ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ രോഗം കണ്ടാൽ അമ്മക്ക് വിഷമായി പോകും. പക്ഷെ അവർക്കത് കണ്ടുകണ്ട് ആ വീട്ടിലുള്ളവർക്ക് ഒരു കൽപ്പുറപ്പ് കിട്ടിയിട്ടുണ്ടാവില്ലേ. അപ്പൊ അവള് വരുന്നവരെ സമാധാനിക്കുമായിരുന്നു. അള്ളാഹുവിൽ അവൾക്ക് പ്രതീക്ഷ ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് പ്രതീക്ഷയായി മാറില്ലേ. അവൾ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നതായിരുന്നു. അവളുടെ അവസാന നാളുകളിൽ വേദന മൂർധന്യാവസ്ഥയിൽ ക്യാൻസർ, ചില ക്യാൻസർ വേദന ഉണ്ടാവില്ല, ചില ക്യാൻസർ വേദന മൂർധന്യാവസ്ഥയിൽ അവള് തന്നെ പറയാ. അവളെ കണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ സങ്കടമായി പോകും പോലെ മക്കൾക്ക്. അവള് പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായും ഒരു വിശ്വാസിയുടെ കാര്യം മുഴുവൻ ഹയറാണ്. അപ്പോൾ അടുത്തുക്കുന്ന കുട്ടികളോട് അവര് പറയാ, ഹത്ത അശൗക്കത്തെ ഇല്ലാ കഫറല്ലാഹുബി ഹതായാഹു. നമ്മുടെ കാലിലൊരു മുള്ളു തറച്ചാൽ പോലും നമുക്ക് അതിന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും വേണ്ടി എല്ലാം വിശ്വസിക്കുന്നവരാണ് നമ്മൾ മുഅ്മിനുകൾ, മുത്തഖീങ്ങൾ അല്ലേ. അങ്ങനത്തെ നമുക്ക് വലിയ പ്രയാസം തന്നു അതിനനുസരിച്ച് പിന്നെ പ്രതിഫലവും നൽകുന്നല്ലോ അല്ലെ. അവളുടെ രോഗം കഠിനമായ സമയത്ത് അവൾക്ക് ബോധം വരികയും പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവളുടെ മകളുടെ പെൺമക്കളിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണത്രേ. അതായത് ആരെങ്കിലും കഷ്ടപ്പെട്ടവൻ വിളിച്ചാൽ അവൻ ഉത്തരം നൽകുകയും അവന്റെ ദുരിതം ദൂരീകരിക്കുകയും നിങ്ങളെ ഭൂമിയിൽ ആക്കുകയും ചെയ്യുന്നവനാണോ അള്ളാഹു. അത് പറഞ്ഞ് അപ്പം തന്നെ അവര് ബോധം പോകുന്ന പറയും. അങ്ങനത്തെ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ വല്ല ആരാധ്യന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ അല്ലെ. കലീലമ്മാ തദക്കറൂൻ, വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ ആയത്ത് മോള് ഓതിക്കൊണ്ടിരിക്കുക അവൾക്ക് ബോധം പോവുക. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. ധാരാളമായി അള്ളാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമായിരുന്നു അത്ര. ഉത്തമമായ ഒരു അന്ത്യം നൽകണമെന്നും അള്ളാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിൽ തന്നെ മരിപ്പിക്കണമെന്നും അവൾ അവനോട് അള്ളാഹുവിനോട് ഇങ്ങനെ സ്ഥിരമായി ചോദിക്കുമായിരുന്നു അല്ലേ. അള്ളാഹു എനിക്ക് വറലുവാൻ എന്നൊരാഴ്ചണ്ടല്ലേ. അള്ളാഹു അവനിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവൻ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലെ.
അത്തരത്തിലുള്ള സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുവാനാട്ടെ. ഈ മരിച്ച നൂറാദ് എന്ന സഹോദരിക്ക് വേണ്ടിയും നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇമാം അബൂദാവൂദ് തന്റെ സുനനിലും ഇമാം അഹ്മദ് തന്റെ മുസന്നദിലും നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം കാണാം: ഇത് സബഖത്തുൽ അബ്ദി മിൻ അല്ലാഹി മൻസിലത്തുൻ ലം യബ്ലുഹാ ബിഅമലിഹി. അതായത് ഒരു അടിമയ്ക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ഒരു പദവി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കർമ്മം കൊണ്ട് അവൻ ആ പദവിയിൽ എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവന്റെ ശരീരത്തിലോ സമ്പത്തിലോ അല്ലെങ്കിൽ സന്താനത്തിലോ അവനെ പരീക്ഷിക്കും. എന്നിട്ട് അവൻ അതിന് ക്ഷമ നൽകും. അവനെ അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ പാതയിൽ എത്തിക്കുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതായത് നമുക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു പദവി, നമുക്കറിയാം സ്വർഗത്തിൽ ഒരുപാട് ദറജകളുണ്ട്. ചില ഹദീസുകൾ 100 ദറജകൾ, ചില ഹദീസുകളിൽ പറയുന്ന നോക്കിയാൽ കാണാത്തത്ര അല്ല, താഴെ നിന്ന് നോക്കിയാൽ 100ാമത്തെ ദറജയിലുള്ളവരെ പോലും നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒരു മിറാക്കിള് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല അല്ലെ. സ്വർഗത്തിലെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവില്ലല്ലോ അല്ലെ. നമ്മൾ ഇരുന്നിടത്തിന് ധാന്യ പഴങ്ങൾ ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് വരും. എവിടെങ്കിലും പോയിരുന്ന ഏതെങ്കിലും വലിയൊരു ഫ്രൂട്ട്സ് ഗാർഡന്റെ ഗാർഡനിൽ പോയിരുന്ന മുതലാളിയാണെന്ന് വിചാരിച്ച് ഗാർഡനിൽ ഫ്രൂട്ട്സ് അയാൾ അടുത്തേക്ക് എത്താൻ വരൂല അല്ലെ. ഇതങ്ങനെയാണ് സ്വർഗത്തിന്റെ ഒരു പ്ലാനിങ്, ഡിസൈനിങ് അല്ലെ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു നോക്കും, പഠിച്ചോനെ, ഒന്നാമത്തെ ഭൂമിയിൽ നിന്ന് നോക്കി നമ്മൾ 2ാം ആകാശവും 3ാം ആകാശവും 4ാമത്തെ ആകാശവും നമ്മൾ കാണുന്നില്ല. നമ്മളുടെ കണ്ണുകൾക്ക് പരിമിതി ഉണ്ട് അല്ലെ. ഇത് 1ാമത്തെ ദറജയിൽ നിന്ന് നോക്കുന്നവന് 100ാമത്തെ ദറജയിൽ വരെ കാണൂന്ന പറയുന്നത്. ചില ഹദീസുകളിൽ കാണാം ജന്നാത്തുൽ ഫിർദൗസിന് പോലും അനേകം ദറജകൾ ഉണ്ടെന്നില്ലേ. അങ്ങനത്തെ ഏതോ ഒരു ദറജ അള്ളാഹു നമുക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും ഉന്നതമായ ദർജ ഈ ഒരു സദസ്സിൽ, ഈ ഒരു എൽമിന്റെ മലക്കുകൾ സാന്നിധ്യം പ്രകടിപ്പിക്കുന്ന ഈ സദസ്സിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യാമല്ലേ. ഏറ്റവും വലിയൊരു ദർജയിലേക്ക് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ റബ്ബേ. ഉൾപ്പെടുത്തുക മാത്രല്ലേ, നമ്മളെല്ലാം ഇങ്ങനെ കൈകോർത്ത് പിടിച്ചും കൊണ്ട് ദിക്റുകളുടെ ബുക്കിൽ കാണിച്ച പോലെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കയറാനില്ലേ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ജന്നാത്തുൽ നഈമിലെത്താനുള്ള അനുഗ്രഹം അള്ളാഹുവിന്റെ വക്കിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. വിഷയം അതല്ല. അതായത് നമുക്ക് എന്തെങ്കിലും, നമ്മളിപ്പം അള്ളാഹു ഒരു 98ാമത്തെ പദവിയിലാണ് ഉദ്ദേശിച്ചതെന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഞാൻ ചെയ്ത അമലുകളോ, ഞാൻ ചെയ്ത ദിക്റ് ദുആകളോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, എന്റെ കുട്ടികളെ വളർത്തുന്നതിൽ, എന്റെ മാതാപിതാക്കളെ പെരുമാറുന്ന എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ഏറ്റവും ഉന്നത പദവി. പക്ഷെ അത് കിട്ടണം. അതിനു വേണ്ടി എന്നെ അള്ളാഹു ചിലപ്പോൾ പരീക്ഷിച്ച് പറഞ്ഞേ, എന്താ പറയാ, ഞങ്ങള് കോഴിക്കോടൊക്കെ ഒരു ഇതുണ്ട്, പറയലുണ്ട്, പിന്നെ ഞങ്ങള് മത്തിയും അയലയും ഒക്കെ ഇട്ടിട്ട് ഒരു പൂള കറി വെക്കും. പൂള പറഞ്ഞാല് കപ്പ, എല്ലാവർക്കും മനസ്സിലാണ്. മരിച്ചീന് ഒരു കറി വെക്കലുണ്ട്, മഞ്ഞ നിറത്തിലധികം മുളകൊന്നും ഇല്ലാത്ത ഭയങ്കര ടേസ്റ്റി നെസ്റ്റോളജിക്കൽ കറിയാണത്. നമ്മളെ നാട്ടിൽ ഉമ്മന്റെ ഒരു ടേസ്റ്റ് ഉള്ള അല്ലെ. അതങ്ങനെ തന്നെ പച്ചക്കായും വെക്കും. ആ കറിയിൽ ഞങ്ങൾ മീനിടുമ്പോ മീന് ജസ്റ്റ് ഒന്ന് പതപ്പിക്കും, ഒന്ന് ജസ്റ്റ് അതിലെ മത്തിയൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഈ വാല് പിടിച്ച് ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിന്റെ മാംസം മുഴുവനും തെറിച്ച് കറിയിൽ വീഴും. എന്നിട്ട് അതിൽ മുള്ളു പെറുക്കി എടുത്തിട്ടാണ് നമ്മൾ ആ കറി കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ ബീഫൊക്കെ ഇട്ടിട്ടും വെക്കും, പക്ഷെ ഭയങ്കര ടേസ്റ്റ് അതിലൊക്കെ മത്തിക്കുക. അപ്പൊ അതുപോലെ അള്ളാഹു മുള്ള പിടിച്ച് കൊടയുമ്പോ നമ്മളെ മാംസമൊക്കെ തെറിച്ചു പോകില്ല. അതുപോലെ ചിലരെ ഭയങ്കരമായിട്ട് പരീക്ഷിക്കുന്നത് കാണൂലേ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ, നമുക്ക് അങ്ങനെ തോന്നൂലേ, അല്ലെ ഇവരെ പൂർവികന്മാര് ചെയ്ത തെറ്റാണോ എന്താണ്. അപ്പൊ അതിന്റെ ഘടന എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞല്ലേ, ചെറിയ വീടുകളില്ല, അവർക്ക് താമസിക്കാൻ വീടുണ്ടാവില്ല, വീട് ചോർന്നൊലിക്കുന്നു, ഇപ്പൊ സ്റ്റോക്ക് വന്ന് കിടക്കുന്നു, ഉമ്മ ഭ്രാന്തിയായിട്ട് കിടക്കുന്നു, ചെറിയ അനിയന് പിന്നെ എന്താണ് വൈകല്യം, മറ്റേ അനിയത്തിക്കാണെങ്കിലും മാനസികം. ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെ പല രീതിയിലുള്ള ടെസ്റ്റുകളിലെ കണ്ടാൽ നമുക്ക് കണ്ടാൽ സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. അതിനാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലേ, ഒരു പാവപ്പെട്ട സ്വർഗത്തിൽ കടന്നിട്ട് 50,000 വർഷങ്ങൾക്ക് ശേഷമാണ്, 500 ആണോ 50,000 സംശയം, വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ധനവാൻ സ്വർഗത്തിൽ കടക്കുന്നത്. ഒരു ധനവാൻ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ പിന്നെ സൂചിക്കുഴലിലൂടെ ഒട്ടകം കടക്കുന്ന അത്ര ഡിഫിക്കൽട്ടി ആണ് അല്ലേ.
സൂചിക്കുഴലിന്റെ ഉള്ളിൽ കൂടെ നൂലെന്നെ കടത്തിയാൽ കടക്കൂല, എത്ര ബുദ്ധിമുട്ടാണ് അങ്ങനത്തത്. പിന്നെ ഒട്ടകം കടക്കുക അത്രയും ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം അനുഗ്രഹങ്ങൾ കിട്ടുന്നു, അത്ര ടെസ്റ്റ്, എത്രത്തോളം സമ്പത്ത് കൂടുന്നുണ്ടോ അത്രത്തോളം ടെസ്റ്റ് കൂടും അല്ലെ നമുക്ക് അവിടെ ആഖിറത്തിലേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലേ, അമിതിനി മിസ്കിൻ, എന്നെ മിസ്കീനായി മരിപ്പിക്കുകയും മിസ്കിന്മാരുടെ കൂട്ടത്തിൽ ഉയർന്നിരിക്കുകയും മിസ്കിന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുന്നതിന്റെ ഒരു പൊരുൾ അതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പൊ നമ്മൾ തന്നെ 4-5 ചേട്ടത്തി അനിയത്തിമാരും അങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുത്തിക്ക് ഭയങ്കര ആയിരിക്കും, ഒരുത്തിന്റെ അടുത്ത് തീരെ പൈസ ഉണ്ടാവില്ല അല്ലെ. മറ്റുള്ളവരിൽ നബിലുവക്കും അയ്യക്കും ഹസന് അമൽ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ, അവളെന്തെങ്കിലും ആവശ്യങ്ങൾ സാധിപ്പിക്കാൻ അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, മാനസികമായി പ്രയാസപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും വേണ്ടിയിട്ടായിരിക്കും അവൾ ആ രീതിയിലാക്കിയിട്ടുള്ളത് അല്ലെ. അങ്ങനെ അപ്പൊ അള്ളാഹുവിങ്കൽ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒരിടം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പിന്നെ ഇവൾ ഇങ്ങനൊക്കെ പ്രയാസാണെങ്കിൽ പോലും മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നവരോ ഉള്ളൂ, അവരോട് നന്മ കാണിക്കുന്നവരും അവരുമായി ബന്ധം പുലർത്തുന്നവളുമായി. ഈ നൂറിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാല് അവൾ ഭയങ്കരമായിട്ട് നന്മ ചെയ്യും, പുണ്യം ചെയ്യും, ദിക്ർ ചെയ്യും, ദുആ ചെയ്യും, അള്ളാഹുമായിട്ട് ബന്ധം പുലർത്തും. രോഗം കഠിനമായ അവസ്ഥയിൽ പോലും സന്ദർശനം കൊണ്ട് അവരെ പരിപാലിക്കുമായിരുന്നു അല്ലെ. സന്ദർശിക്കാൻ അവര് വന്നിട്ടില്ലെങ്കിൽ അവൾ ഫോൺ വിളിച്ചെന്നെങ്കിലും അവരോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുമായിരുന്നു അല്ലെ. അവളെ നന്നായി നോക്കാൻ സഹോദരനോട് വസിയത്ത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ബ്രദേഴ്സും സിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ പോയി നോക്കണേ, ചെയ്യണേ. അവള് ഫോൺ ചെയ്യാന് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സംസാരിക്കും. രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയില് പിന്നെ അവരൊന്നും വരാൻ അവള് സമ്മതിക്കൂല, കാരണം വന്ന് കണ്ട് അവർക്ക് വിഷമാവും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വിളിച്ച് വിവരങ്ങൾ അറിയുന്ന പറഞ്ഞു. അങ്ങനെ അവരോടുള്ള പിന്നെ അവളുടെ പുണ്യത്തിൽപ്പെട്ടത് മരണശേഷം മദീനയിലേക്ക് മുന്തസ്ത പോയോ? കേൾക്കുന്നില്ലല്ലോ. എനിക്ക് കേൾക്കാത്തതാ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ അവൾക്ക് ഒരു വസിയത്ത് ഉണ്ടായിരുന്നു, മദീനത്ത് ഖബറടക്കം ചെയ്യണം. അങ്ങനെ ഈ മയ്യത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. മാത്രമല്ല മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി അങ്ങോട്ട് വരരുത്, വയസ്സായ മാതാപിതാക്കളാണല്ലോ, എന്ന് വരരുതല്ലോ എന്ന് വിചാരിച്ച് അവളുടെ ഒരു ഇതായിരുന്നു അത്. അവരത്ര പോലും ബുദ്ധിമുട്ടിക്കണമെന്ന് എന്നുള്ള ഒരു ആഗ്രഹം അല്ലെ. അപ്പൊ ഈ യാത്ര മയ്യത്തും കൊണ്ടുള്ള ഈ യാത്രയൊക്കെ വളരെ എളുപ്പം, ഒരു അകലത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം കണ്ടെത്തി എന്നാ പറയുന്നത്. വല്ലാത്തൊരു മരണം. അത് എത്ര വർഷങ്ങളായി കുട്ടി കിടന്നിട്ടുള്ളത്? 20 വർഷങ്ങൾ അത്ര. അപ്പൊ അത്ഭുതകരമായ രീതിയിൽ മദീനയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും എന്നാ പറഞ്ഞത്. വഫാത്തായ സമയം ഫജറിന് ശേഷം അല്ലെ, മസ്ജിദ് നബയിൽ വെച്ചിട്ട് അവൾക്ക് നമസ്കരിക്കപ്പെട്ടു. പിന്നെ അള്ളാഹുവിന്റെ ഭൂമികളായ വലിയൊരു സാക്ഷി, അതായത് ഉംറക്ക് വന്ന എത്രയോ ആളുകളുടെ നമസ്കാരം കിട്ടി. ഭയങ്കര ഭാഗ്യല്ലേ മക്കത്തും മദീനത്തൊക്കെ വെച്ച് നമസ്കരിക്കാന്ന് വെച്ചാൽ ഇത്രമാത്രം സത്യവിശ്വാസികളുടെ ഒരു പ്രതിഫലമായിട്ട് ലഭിക്കുക. സാധാരണക്കാരായ 100 ആളുകൾ നിസ്കരിച്ചാൽ തന്നെ സ്വർഗം നിർബന്ധമായി അല്ലേ. അപ്പൊ അങ്ങനത്തത്, അതായത്
ശിർക്ക് ചെയ്യാത്തവരെ വേറെ കാറ്റഗറി പറയുന്നത്, അത് 40 തോന്നുന്നു. ഇത് സാധാരണക്കാരായ കുറെ ഒരു 100-ലധികം ആളുകൾ, 100 ആളുകൾ നിസ്കരിച്ച ആ മയ്യത്തിന് സ്വർഗം നിർബന്ധം. അങ്ങനത്തെ മക്കത്തെ മദീനത്തെ പള്ളിയിലൊക്കെ എത്ര ലക്ഷക്കണക്കിന് ആളുകളായിട്ട് ടൈമിൽ ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക അല്ലെ. അത്രയും നല്ലൊരു ജനാവലിയുടെ മയ്യത്ത് നിസ്കാരം കിട്ടി വലിയ ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നന്മയുടെയും കാരുണ്യത്തിന്റെയും പ്രതിഫലത്തിന്റെയും തൃപ്തിയുടെയും ഭവനത്തിലേക്ക് അവൾ പ്രവേശിക്കുകയായിരുന്നു. അപ്പൊ ഖബറടക്കാൻ ചെന്നപ്പോ പിതാവിന് നടക്കാനൊന്നും പറ്റൂല, മദീനത്തേക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരാൻ എളുപ്പവുമായിരുന്നു. എന്നിട്ട് കസേരയിൽ ഇരുത്തിക്കൊണ്ടാണ് വന്നത് എന്നാ പറയുന്നത്. എന്നിട്ട് മയത്തിന് ഖബറടിക്കിയ ശേഷമുള്ള ദുആകളിലൊക്കെ ആ വയസ്സായ പിതാവ് പങ്കെടുത്തു. അർദ്ധരാത്രിയോടെ അവൾ മദീന എത്തിയപ്പോൾ തങ്ങളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ ചുംബിക്കുകയും യാത്ര പറയുകയും വിടവാങ്ങൽ നോട്ടം നോക്കുന്നതിന്. അപ്പൊ ആ നാട്ടിലുള്ള അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ മയ്യത്ത് എടുത്തിന്ന് നിസ്കരിച്ചിട്ട് ആ നാട്ടിൽ അവള് ജീവിച്ച നാട്ടിലുള്ള അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറെ ആളുകൾ നിസ്കരിക്കല്ല. നമ്മളെ പഴകിയ ചെറുപ്പത്തിലുള്ള സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ അല്ലെ, അവരൊക്കെ മയ്യത്ത് നിസ്കാരം കെട്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഫിർദൗസിന്റെ ഉന്നത സ്ഥലങ്ങളിൽ ഒരു കണ്ടുമുട്ടലും ഒത്തുചേരലും ഇതിനെ തുടർന്നുണ്ടാകട്ടെ. ആമീൻ. വല്ലദീന ആമനു വത്തബഅതും ദുരിയതഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുരിയതഹും വമാ അലത്നഹും മിൻ അമലിഹിം മിൻ ഷൈഇൻ. വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം ചേർക്കും. അൽഹംദുലില്ലാഹ് പഠിച്ചാന് ഇത്തരത്തിൽ നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ഫാമിലി ബന്ധുക്കളിലെ നമ്മുടെ കർമ്മത്തിൽ യാതൊരു കുറവും വരുത്താതെ അവരോടൊപ്പം ചേർക്കണമേ റബ്ബേ. അതൊരു മഹത്തായ ഭാഗ്യ അല്ലെ. കുടുംബത്തിൽ ഒരാളായിരിക്കും ഒരുപാട് അമലൊക്കെ ചെയ്ത് നല്ല വിശ്വാസിയായിട്ടുണ്ട്, പക്ഷെ ഭർത്താവും കുട്ടികളും ചിലപ്പോ അത്രത്തോളം എത്തിയിട്ടുണ്ടാവില്ല. സൂറത്ത് തൂറിന്റെ 21-ാമത്തെ ആയത്താണല്ലേ. അത് ഒരു മഹത്തായ ഭാഗ്യം തന്നെയല്ലേ. സന്താനങ്ങളെ അവരോടൊപ്പം ചേർക്കുകയും അവരുടെ കർമ്മഫലത്തിൽ ഒട്ടും കുറവ് വരുത്താതെ മഹാഭാഗ്യം തന്നെയാണ്. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഫാമിലിന് ഇതുപോലെ അല്ലെ ഭർത്താവിനെയും കുട്ടികളെയൊക്കെ ഒരുമിച്ച്, ആരാണോ അവിടെ ഏറ്റവും ഉന്നത തലം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കാഴ്ചയിൽ നമ്മളായിരിക്കും ചെയ്ത്, ചിലപ്പോ നമ്മളെ മക്കളാണോ ഭർത്താവാണോ ഉപ്പയാണോ മുമ്പിലെത്താൻ നമുക്കറിയില്ല അല്ലെ. അവരുടെ കൂടെ നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ റബ്ബേ. ആമീൻ. വഫാത്തിന്റെ സമയത്ത് ഞാൻ അവളുടെ അരികിൽ, അപ്പൊ ഇദ്ദേഹം പറയാള് പിന്നെ ആങ്ങളാണല്ലോ, വഫാത്തിന്റെ സമയത്ത് ഞാൻ അവളുടെ അരികിൽ ഉണ്ടായിരുന്നു. വഫാത്തായ ഉടനെ തന്നെ അവളുടെ മുഖം ഇങ്ങനെ വെളുത്ത് പ്രകാശിക്കുന്നത് കാണാമായിരുന്നു. മനോഹരമായ പുഞ്ചിരിയും അത്ഭുതകരമായ ഒരു തിളക്കവും അതിൽ നിറഞ്ഞിരുന്നു അല്ലെ. അതായത് മരിക്കുന്നവരെ ഒരുപാട് വിഷമിച്ച് ICU കിടന്ന് പിന്നെ കീമോ കൊടുത്താൽ നമുക്കറിയാലോ, ആകെ കരിവാളിച്ച് മുടി കൊഴിഞ്ഞ് എന്തോ ഒരു കോലത്തിലാവില്ല ക്യാൻസർ പേഷ്യൻസ്. എസ്പെഷ്യലി വേദനയും കൂടെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു മയ്യത്താണെങ്കിൽ പോലും മരിക്കുന്ന സമയത്ത് അയാൾ പറയാം മുഖം വെളുത്ത് പ്രകാശിച്ച് തൊടുത്തൊടുത്ത് ഒരു പുഞ്ചിരിയും അത്ഭുതകരമായ ഒരു തിളക്കവും, ആ മുഖത്ത് അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു തിളക്കവും പ്രത്യക്ഷമായി. ഒരു ക്ഷീണമോ പ്രയാസമോ ഒന്നുമില്ലാതെ കടന്നുപോയെന്ന് തോന്നല്. അത്രയ്ക്ക് നല്ലൊരു മയ്യത്തായിരുന്നു. സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയുടെ അടയാളമാണെന്ന് ഞാൻ കരുതുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് അവര് സ്വർഗത്തിലാണെന്നൊന്നും പറയാനുള്ള വകുപ്പില്ല അല്ലെ. അതിന്റെ അന്തിമ തീരുമാനം അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. അങ്ങനെ പറയാനും നമുക്ക് പാടില്ല അല്ലെ. നമുക്ക് തെളിവുകൾ നിരത്തിയിട്ട് ആയിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മരണസമയത്ത് മലക്കുകൾ അവരുടെ അടുക്കൽ ഇറങ്ങി വന്ന് ഇങ്ങനെ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടരുത്, ദുഃഖിക്കരുത്, വബ്ശിറൂ ബിൽ ജന്നത്തി, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക, ഈ ജന്നത്തിലെത്തി കുന്തും തുഅദൂൻ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയും അല്ലെ. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് പറയും. അത്തരക്കാരിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. മുഫസ്സിറുകളിൽ ധാരാളം പേർ പറഞ്ഞിട്ടുണ്ട് ഇത് മരണസമയത്താണ് സംഭവിക്കുന്നത്. സുദീർഘമായ ഹദീസിൽ ബറാവ് റിപ്പോർട്ട് ചെയ്ത സുദീർഘമായ ഹദീസിലും ഇപ്രകാരം കാണാം. മലക്കുകൾ വിശ്വാസിയുടെ റൂഹിനോട് പറയും അങ്ങനത്തെ ഇതിലെ അത്തരത്തിലൊക്കെ പറയുന്ന മലക്കുകൾ സന്തോഷത്തോടു കൂടി പെർഫ്യൂം അടിച്ച പുടവയും കൊണ്ട് വന്ന് അല്ലെ
അതൊക്കെ അതിലൊക്കെ പൊതിഞ്ഞ് സ്വർഗത്തിൽ ആകാശലോകത്തിലെ എല്ലാ തട്ടുകളിൽ നിന്നും എല്ലാ വാതിലിൽ നിന്നും മലക്കുകൾ ചോദിക്കട്ടെ ഇതാരുടെ മയ്യത്താണ്. അപ്പൊ നമ്മളെ ഉപ്പന്റെ പേര് വെച്ച് പരിചയപ്പെടുത്തും അല്ലെ. അങ്ങനെ സ്വർഗവാതിൽ തുറക്കപ്പെടുകയും സന്തോഷത്തോടു കൂടി നമ്മളെ ആത്മാവിനെ സ്വർഗത്തിൽ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ നല്ല ശരീരത്തിലുള്ള നല്ല ആത്മാവെ പുറത്തു കൊണ്ടുവരിക, സ്തുതിക്കപ്പെട്ടവളായി പുറത്തു വരിക, ആശ്വാസത്തിന്റെയും സുഗന്ധത്തെയും ഗോപിക്കാത്ത രക്ഷിതാവിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയെ സ്വീകരിക്കുക എന്ന് മലക്കുകൾ പറയും അത്ര. ഹൃദയസ്പർശിയായ കാര്യങ്ങളിൽ ഒന്നാണ് ഹഫീഹുല്ലാഹ് പറയുന്നു. അവൾ മുതിർന്നപ്പോൾ തമാശ രൂപേണ അവളോട് പറയുമായിരുന്നു, നമുക്ക് സൂറത്തുൽ ഫജർ ഓതിത്തരും. കാരണം ചെറിയ കുട്ടിയായിരുന്നപ്പോ ഫജർ ഓതിക്കൊടുക്കല്ലേ. വദ്ഹല്ലി ഫീ ഇബാദി വദ്ഹല്ലി, അങ്ങനെ പറയാൻ അറിയാത്ത പോലെ വദ്ഖുൽനി ഫീ ജന്നത്തി എന്നായിരിക്കാം പറയുന്നത്. പക്ഷെ അതറിയാത്ത രീതിയിൽ ഇങ്ങനെ പറയും. അപ്പൊ ആ ഒരു ജന്നത്തിലേക്കുള്ള ഒരു ആയത്ത് തന്നെ ആയിരുന്നു അവളുടെ ജീവിതം എന്ന് അവർ സംശയിച്ചു പോവുകയാണ്. മഹത്തായ അർശിന്റെ രക്ഷിതാവും ഔദാര്യവാനും വിശാലനുമായ അനുഗ്രഹങ്ങളുടെ ഉദാരമായ ദാനങ്ങളുടെ ഉടമയുമായ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചെറുപ്പത്തിലും വലിപ്പത്തിലും അവൾ പാരായണം ചെയ്ത ആ വചനങ്ങൾ പിന്നെ പ്രതിഫലാർഹമായിരുന്നു എന്ന് വേണം പറയാൻ. ചെറുപ്പത്തിൽ അവൾക്ക് ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന് ഇന്നത്തെ പോലെ കോളേജിൽ പോകാനോ സ്കൂൾ പഠിക്കാനോ ഒന്നും പിന്നെ പറ്റിയിട്ടില്ല. മറിച്ച് അവൾ കുത്താബുകളിൽ പാരമ്പര്യ ഓത്ത്, നമ്മൾ മദ്രസ എന്ന് അറിയുന്നില്ല, അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ടാണ് പഠിച്ചത്. അവിടെ വെച്ച് എഴുത്തും വായനയും പഠിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഖുർആനിൽ നിന്നൊരു ഭാഗം മനഃപ്പാഠമാക്കുകയും പഠിക്കുകയും ചെയ്തു. അവൾ എന്റെ ആദ്യത്തെ അധ്യാപിക. അപ്പം ഈ ഞങ്ങളുടെ അധ്യാപിക അവളായിരുന്നു. അവളാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. കയ്യിൽ പേന പിടിച്ച് എഴുതാനും വായിക്കാനും ഓരോ അക്ഷരത്തെ അലിഫ് ബ താക്ക് അങ്ങനെ നിറച്ച് കുത്തിട്ട് വെച്ചെടുക്കുമല്ലോ. അത് ഇപ്പോഴത്തെ മോഡേൺ ശൈലിയാണ്. പക്ഷെ അവര് ആ കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നോക്കി അങ്ങനെ കുത്തിട്ട് വെച്ചിട്ട് അതിങ്ങനെ യോജിപ്പിച്ചായിരുന്നു അത്ര അദ്ദേഹം പഠിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇമാമും അധ്യാപികയും സഹോദരിയും ഒക്കെയായിരുന്നു ഇവൾ. അനുഭവജ്ഞാനത്തിൽ നിന്നും ബുദ്ധിശക്തിയിൽ നിന്നും ഞാൻ പഠിക്കുകയും പ്രയോജനം നേടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്റെ ആദ്യത്തെ ഉസ്താദും അധ്യാപികയും. എന്നാൽ സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിലും ശിക്ഷണത്തിലുമുള്ള അവളുടെ ശ്രദ്ധ അത്ഭുതകരമായ ഒന്നായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ അവൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ എനിക്കും അവൾക്കും ഇടയിൽ കൂടിയാലോചനകളും പരസ്പരം ഉപദേശിക്കലും ഓർമ്മപ്പെടുത്തലും ഒക്കെ ഉണ്ടായിരുന്നു. അവളുടെ സ്വകാര്യ കാര്യങ്ങളിൽ എന്നോട് ഉപദേശം ചെയ്ത വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ആങ്ങളോടാണ് അവള് ചോദിക്കുക. ഞങ്ങൾക്കിടയിലുള്ള ആശയവിനിമയം ഒരിക്കലും മുറിഞ്ഞു പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ നാട്ടിൽ ഓള് നിൽക്കുന്ന സ്ഥലത്ത് അയാൾ എപ്പം പോയാൽ അവിടെ മാത്രമായിരുന്നു താമസിക്കാറ്. രാത്രി അവിടെ ഉറങ്ങുമായിരുന്നു. എന്റെ വീടും തൂങ്ങും അടിസ്ഥാനം റിയാദിലാണ് കേട്ടോ. അവരുണ്ടായിരുന്ന റിയാദിൽ ഈ മനുഷ്യൻ എപ്പം ചെന്നാലും അവിടാണ് ഉറങ്ങലും ഭക്ഷണം കഴിക്കലൊക്കെ. എന്നിട്ട് അയാൾ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം അവളെ വീട് ഒരു തൂണും അടിസ്ഥാനവുമാണ്. അവിടെ റിയാദിൽ വന്നാൽ അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. നല്ല സ്നേഹമുള്ള ആളെ പെങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് പറയാൻ. പിന്നെ മാതാപിതാക്കളോട് പറയുമല്ലോ, എല്ലാവരും പറയുമല്ലോ, നമുക്ക് മുൻപേ അവൾ മരണപ്പെട്ടു, എന്റെ മകൾ എന്നെ മുന്നേ കടന്നുപോയി എന്ന് ഉപ്പ പറയാം. ഉപ്പയൊക്കെ ഉള്ളപ്പം തന്നെയാണ് ഇവള് മരിക്കുന്നത്. അപ്പൊ അവൾ വിജയിച്ചു. അവൾ അള്ളാഹുവാണ് രണ്ടുപേരുടെയും പ്രാർത്ഥനകൾ കൊണ്ട്. അപ്പൊ നമ്മളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കും മരിക്കുന്ന മക്കൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരുപാട് പ്രാർത്ഥന കിട്ടൂലേ. അവരിങ്ങനെ വയസ്സായിട്ട് വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ വീണ്ടും അത്രയും ഭാര്യമാരും അല്ലാണ്ട് വേറെ ആരും അങ്ങനെ പ്രാർത്ഥിക്കൂല അല്ലെ. ഭർത്താവ് മരിച്ചാൽ ഭാര്യയും പ്രാർത്ഥിക്കും, അങ്ങനെ മാതാപിതാക്കളും. അതല്ലാണ്ട് മറ്റുള്ളവരൊന്നും അത്രക്കങ്ങ് പ്രാർത്ഥിച്ചു കൊള്ളണമെന്നില്ല. അവൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനും പാപമോചനം നേടുവാനും സ്വർഗത്തിന്റെ ഉന്നത തലങ്ങളിൽ പ്രവേശിക്കാനും വേണ്ടി അവർ രണ്ടുപേരും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് അതിനാൽ അവൾക്ക് മംഗളം, ഇതേ ഒരു അനുഗ്രഹം അവൾക്ക് ലഭിച്ചു എന്ന് വേണം അനുമാനിക്കാൻ അല്ലെ. അവര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചത് കൊണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വീകാര്യവുമാണല്ലോ. അപ്പൊ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. മരിക്കുമ്പോൾ അവളെ കുറിച്ച് മാതാപിതാക്കൾ വളരെ തൃപ്തിയുള്ളവരായിരുന്നു, അവളെ സ്നേഹിക്കുന്നവരായിരുന്നു. പക്ഷെ അവരെ വല്ലാണ്ട് സ്നേഹിച്ചിരുന്നു. ഫോണ് വിളിച്ചിട്ടും ആക്കിയിട്ടില്ലേ. അത് രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിലൊന്നും എല്ലാരെയും ഒന്നും കാണാൻ വിടുമായിരുന്നില്ല. പാരന്റ്സിന് തീരെ അനുവദിക്കുകയില്ലായിരുന്നു. കാരണം ആ അവസ്ഥയിൽ അവർക്ക് അവളെ കാണാൻ പറ്റൂല എന്നുള്ളത് തന്നെ മെയിൻ റീസൺ.
അവളോട് വാത്സല്യമുള്ളവരും സാക്ഷ്യം വഹിക്കുന്ന വെച്ചാൽ ഭയങ്കര ഇഷ്ടായിരുന്നു അവളോട് ഇവർക്കെന്നാ പറയുന്നത്. അപ്പൊ രോഗം വല്ലാണ്ട് കൂടിയപ്പോ ഉമ്മ അങ്ങനെ പറയാൻ എനിക്ക് അവളെ കാണണം എന്ന്. അപ്പൊ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് ആളമാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് പറയും, ഉമ്മനെയും ഉപ്പനെയും കാണാൻ സമ്മതിക്കരുത്, കാരണം ആ പ്രയാസം താങ്ങാൻ അവർക്ക് പറ്റില്ല എന്ന് പറയും. അപ്പൊ വല്ലാണ്ട് അസുഖം മൂത്തപ്പോൾ അവരുടെ മക്കളും ഭർത്താവും സഹോദരന് റസാക്കും, ഇയാളെ ഈ കഥ എഴുതുന്ന മനുഷ്യനല്ലാണ്ട് വേറെ ആരും പേരക്കുട്ടികളെ പോലും കാണാൻ അനുവദിച്ചിരുന്നു. ഭയങ്കര സീരിയസ് ഘട്ടത്തിലാകുമ്പോ അവരൊക്കെ കാണാൻ പറ്റും. അത് ക്യാൻസർ വന്നിട്ട് സീരിയസ് എന്ന് പറയുന്ന മുടിയൊന്നും ഇല്ലാണ്ട് എന്തോ ഒരു രൂപത്തിലാവില്ല, ഒരവസ്ഥയിലായിരുന്നു അത്ര അവര്. അങ്ങനെ പെൺമക്കളിൽ ഒരാൾ അവരോടുള്ള നന്മയുടെ ഭാഗമായി ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നതെന്ന് അള്ളാഹുവിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കുള്ള മഹത്തായ പ്രതിഫലത്തെ കുറിച്ച് ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ പറയാ, ആരെങ്കിലും മാപ്പ് നൽകുകയും അനുരഞ്ജനം ഉണ്ടാക്കുകയും ചെയ്താൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യത. ആർക്കെങ്കിലും മാപ്പ് കൊടുക്കുകയും നല്ല രീതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുന്നാ പറയുന്നത്. അത് രോഗം വല്ലാണ്ട് കൂടിയിരിക്കുന്ന അവസരത്തിൽ ഇയാള് അബ്ദുറസാഖ് പറയാണ്, രോഗം കൂടിയ സമയത്ത് പെൺമക്കൾ അവൾക്ക് നൽകുന്ന മഹത്തായ പരിചരണം കണ്ട് മാഷാ അല്ലാഹ് ഈ പെൺമക്കളെ ലഭിച്ചത് നിങ്ങൾക്ക് മക്കൾ. അപ്പൊ ആൺമക്കളോന്ന് ചോദിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അവരും ശ്രേഷ്ഠതയുള്ളവരാ. ഈ ഉമ്മ പഠിപ്പിച്ച കുട്ടികളല്ലേ, അത്രയല്ല ഉണ്ടാവും. പിന്നെ വേറൊരു ദിക്റിനെ കുറിച്ച് പറയുന്നുണ്ട്, 5 തഹ്ലീലുകൾ അല്ലെ, മരിക്കുമ്പോ ആരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാല് ആ വാക്കുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് നരകം ഹറാമാവും എന്നാ പറയുന്നത്. എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള വചനം, അൽ മുൽക്കു വലഹുൽ ഹംദു അലാ ഹൗല ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊരു മഹത്തായ വചനം തന്നെ അല്ലെ. നമ്മുടെ സുബഹി സമയത്ത് എണീച്ചിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കും എന്നാ പറയുന്നത്. ഈ വചനം ഞാന് മെസ്സേജ് ഇട്ടിരുന്നു ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് കടക്കുന്നില്ല, അർത്ഥം പറയുമ്പോൾ കുറെ സമയം എടുക്കും, നമുക്കെല്ലാം അറിയുന്നതാണല്ലോ. ഇതിന്റെ ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു വചനം, മൻ റുസിഖഹുന്ന എന്റെ മൗതിലം തമസ്സഹുന്നാർ, ആരാണോ മരണസമയത്ത് ഈ ദുആ ചെല്ലുന്ന അദ്ദേഹത്തെ അയാളെ നരകം സ്പർശിക്കുകയില്ല. നിർമ്മിതി രോഗാവസ്ഥയിൽ ഒരടിമ എന്ത് പറയണം എന്ന അധ്യായത്തിൽ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അതിലെ വചനം ഇപ്രകാരമാണ്, മൻ ഖാലഹ ഫീ മർളിഹി സുമ്മ മാതലം തത്അൻസുന്നാർ. ആരെങ്കിലും മരണാവസ്ഥയിൽ ഈ ഒരു ആയത്ത്, ഈ ഒരു ഹദീസ് ചെറിയ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അവര് നരകം സ്പർശിക്കില്ല. മരിച്ചാലും പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഈ 5 എണ്ണമായിരുന്നു, അത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാം. അൽ മുബാറക് ഫൂരി അൽ മിർഅത്ത് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിൽ ഇതിന്റെ തെളിവുണ്ട്. ഈ വാക്കുകൾ പറഞ്ഞതായിട്ട് രോഗാവസ്ഥയിൽ ഈ ബോധത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന അവന്റെ അവസാനത്തെ അതായിരിക്കുകയും ചെയ്താൽ അപ്പൊ അവസാനത്തെ വാക്കുകൾ അതായിരിക്കുകയും ചെയ്യണം അല്ലെ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഇത്തരത്തിലുള്ള നല്ല വാക്കുകളൊക്കെ ചൊല്ലിയിട്ട് മരിക്കാനും മരണസമയത്ത് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. മാത്രവുമല്ല, മരണസമയത്ത് ദിക്ർ ചെല്ലണമെങ്കിൽ നമ്മളിങ്ങനെ ഫുൾ ടൈം ദിക്റിൽ തന്നെ ആയിക്കൊണ്ടിരിക്കണം. മാത്രവുമല്ല, ദിക്ർ ചെല്ലുമ്പോ നമ്മുടെ നാവ് അനക്കിക്കൊണ്ടുള്ള ദിക്റാണ് അല്ലെ. പലരും, ഞാനും ഈ അടുത്ത കാലം വരെ മനസ്സ് ചെല്ലിയ പ്രതിഫലം, പക്ഷെ അങ്ങനെ പോരാ, ചുണ്ടുകളും കൂടെ അതില് ഇൻവോൾവ്, മനസ്സ്, ഹൃദയം അല്ലെ, ചുണ്ട് എല്ലാം ഇൻവോൾവ്ഡ് ആയാലാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക. അപ്പൊ അങ്ങനെ ദിക്റെടുത്ത് സദാസമയം ദിക്റെടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു മരണസമയത്ത് ഇങ്ങനത്തെ ദുആകളൊക്കെ ഓർമ്മയാക്കി തരികയും ചെയ്യും. മരണസമയത്ത് ആരാണോ ഈ 5 കാര്യങ്ങൾ പറയപ്പെടുന്ന അവരെ നരകം സ്പർശിക്കുകയില്ല. ഈ വാക്കുകളിലാണ് അവളുടെ ജീവിതം അവസാനിച്ചത്. ഈ വാക്കുകൾ ചൊല്ലിക്കൊണ്ടാണ് അവർ യാ റബ്ബ് യാ റബ്ബ് എന്റെ രക്ഷിതാവേ എന്ന് പറഞ്ഞിട്ട് ഈ ദുആ ചൊല്ലിക്കൊണ്ടാണ് അവർ മരിക്കുന്നത്. ഔദാര്യവാനും ദാനശീലനും അനുഗ്രഹങ്ങൾ ചൊരിയുന്നതുമായ അള്ളാഹുവിന്റെ അടുക്കൽ അവൾക്കായ ഒരു മഹത്തായ നിധി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അള്ളാഹുവേ നീ പൊറത്തു കൊടുക്കുകയും അവരുടെ പദവികൾ ഉയർത്തുകയും ഖബർ വിശാലമാക്കുകയും ചെയ്യണമേ. നിന്റെ അടുക്ക നിങ്ങളുടെ മുസ്ലിങ്ങളുടെ അതായത് സുഹൃതം ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അവളുടെ കർമ്മരേഖ ഇല്ലിയീനിൽ ആകണമേ. അവളുടെ പ്രതിഫലം നീ നിഷേധിക്കരുത്. അവൾക്ക് ശേഷം നീ ഞങ്ങളെ പരീക്ഷണത്തിലാക്കരുത്. അവളെയും ഞങ്ങളെയും പിതാക്കളെയും ജമാഅത്തുൽ ഫിർദൗസിന്റെ ആലയിൽ ഒരുമിച്ച് കൂട്ടണം. നോക്കിയാട്ടെ, ഇതിപ്പോ അവള് മരിച്ചു, അന്നത്തെ മക്കത്തുള്ളവരൊക്കെ ദുആ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വീട്ടുകാരും നാട്ടുകാരും 2-3 സ്ഥലത്ത് വെച്ച് മയ്യത്തും നിസ്കരിച്ചില്ല. പിന്നെ അതിന്റെ ഒക്കെ പുറമെ ഈ സഹോദരൻ പിന്നെ ഒരു ബുക്ക് എഴുതിയതിന്റെ പേരിൽ എത്ര ആള് ദുആ ചെയ്തിട്ട് നമ്മളൊക്കെ ആകസ്മികമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദുആ അല്ലല്ലേ ഇത്. എവിടോ കിടക്കുന്ന ഒരു നൂറ മരിച്ചിട്ട് അവൾക്ക് വേണ്ടി നമ്മളൊക്കെ സങ്കടപ്പെടുകയും ദുആ ചെയ്യുക ചെയ്യുന്നില്ലേ. അൽഹംദുലില്ലാ, അവൾക്ക് അത് സ്വർഗലോകത്തിൽ അവരും നമ്മളും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. അവരുടെ വിശ്വസ്തരായ മക്കളോട്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടൊക്കെ അവളുടെ ജീവിതത്തെ കുറിച്ചും രോഗത്തെ കുറിച്ചും സഹനത്തെ കുറിച്ചും അവർ കണ്ട അവളുടെ അത്ഭുതകരമായ അവസ്ഥയെ കുറിച്ചും ഒക്കെ ഞാൻ ആവശ്യപ്പെട്ടു. അവരെ എഴുതി. എന്നിട്ട് കുട്ടികളൊക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയാണല്ലേ. മരണത്തെയും ജീവിതത്തെയും ഒരു പരീക്ഷണമാക്കി അള്ളാഹുവിനാണ് സ്തുതി. യബലുവക്കും അയ്യുക്കും അഹ്സനു അമലാലെ. ആരാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരെന്ന് നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇറ്റാ പരീക്ഷണങ്ങളൊക്കെ നൽകുന്നത്. പലർക്കും പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ പറയും അവരത് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടാണ് മനസ്സ് നന്നാവായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കളുടെ അവരാണ്, അങ്ങനെ പലതും നമ്മൾ ഊഹിച്ച് പറയാറുണ്ട് അല്ലെ. പക്ഷെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. കാരണം ഞാനും എന്നോടും എന്ന പോലെ പറയാണ് അല്ലെ. കാരണം അവർക്കത് ഏറ്റവും ഉന്നതമായ ദർജകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളായിരിക്കാം. മേ ബി ബൽഹിയ ഫിത്നത്തുൻ വലാകിൻ അക്സറന്നാസിലായാലും ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. പക്ഷെ വലാകിൻ അക്സറന്നാസി ജനങ്ങളിൽ അധിക പേരും ഇതൊന്നും അറിയുന്നില്ലെന്ന് മാത്രം അല്ലെ. തന്റെ അടിമകൾക്ക് സ്ഥിരതയും ക്ഷമയും നൽകി അനുഗ്രഹിക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ വിപത്തുകളെ പ്രതിഫലത്തിനും വിമോചനത്തിനും വേണ്ടിയുള്ള കവാടങ്ങളൊന്നും ആലോചിച്ചി മുസ്ലിം ആൾക്കാർ എന്തെല്ലാം പ്രയാസപ്പെടുന്നുണ്ട് അല്ലെ. അവരിൽ മരണങ്ങളുണ്ട്, ആക്സിഡന്റുകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, ദുഃഖമുണ്ട്, വിഷമുണ്ട്. പക്ഷെ അവർക്കൊന്നും അതിനൊന്നും പ്രതിഫലമില്ലാലോ. നമ്മളെ സംബന്ധിച്ചോളം അത് കാലിനൊരു മുള്ള് തട്ടിയാൽ പോലും നമുക്ക് പ്രതിഫലം ഉണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ റബ്ബ് എത്ര ഔദാര്യവാനാണ്, എത്ര സ്തുതിച്ചാലും മതിയാകില്ലേ. ഈ അടുത്ത ദിവസം ഞാനൊരു ലേഡിയായിട്ട് എന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് സംസാരിച്ചപ്പോ നമ്മൾ എന്നോട് പറഞ്ഞ ഞാൻ കുറേ ഓതും, എല്ലാ ഭക്തിലും ഏതൊക്കെയോ സൂറത്ത് ഓതും, ഞാൻ ഓതുന്നതിനേക്കാൾ ഓതുന്നുണ്ട്, വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സന്തോഷം ഇല്ലാത്ത മാതിരിയാണ്. ഞാൻ തഹജ്ജുദ് കൃത്യ സമയത്ത് നിസ്കരിക്കുന്നില്ല, ലുഹ നിസ്കരിക്കുന്നില്ല, അങ്ങനെ. അപ്പൊ എന്തൊക്കെയോ ഒരു അതൃപ്തി, ചെയ്തതിലൊന്നും ഒരു തൃപ്തി ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി നാളെ മുതൽ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്ക്. അൽഹംദുലില്ലാ, ഞാൻ എണീറ്റു, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റി. എത്ര ആള് ഉറക്കത്ത് മരിച്ചു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ, എനിക്കൊരു ബാത്റൂം ഉണ്ട്, ടോയ്ലറ്റിൽ പോയിട്ട് പണികൾ. അൽഹംദുലില്ലാ, വെള്ളമുണ്ട് അല്ലെ, ടോയ്ലറ്റിന്നും കഴുകാൻ. അൽഹംദുലില്ലാ, എന്റെ മൂത്രം പോയി കിട്ടി അല്ലെ. ആ മൂത്രവും മലമൊക്കെ അവിടെ കെട്ടിക്കിടന്ന് അന്ന് ഭർത്താവിന്റെ ഓഫീസും ഡ്യൂട്ടിയും കുട്ടികളെ പണിയൊക്കെ നിർത്തിവെച്ച് ഐസിയിലേക്ക് പോയി കിടക്കണം അല്ലെ, അല്ലെങ്കിൽ കാഷ്വാലിറ്റി പോണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഞാനൊരു യാസീൻ ഓതി. അൽഹംദുലില്ലാ, അതെനിക്ക് പറ്റി. അൽഹംദുലില്ലാ, ഞാൻ ഇന്ന് സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിച്ചു. അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ ചോറുണ്ടാക്കി. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കണ്ടി. അങ്ങനെ ഒരുപാട് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവർക്ക് എന്താ പറയുന്നത്, ലൈൻ ശക്കർത്തും അസീദന്നകും, നന്ദിക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ ഞാനിന്നിപ്പോ ഒരു ബസ് കയറി, 2 ബസ് കയറി, ഓരോ കാര്യത്തിന് ഇങ്ങനെ പല വഴിക്കും പോയാണ് പഠിച്ചത്. അപ്പൊ ഒക്കെ ഞാൻ ഓരോന്ന് ഇറങ്ങും. അൽഹംദുലില്ലാ, ഞാൻ അവിടെ പോയി. പക്ഷെ അൽഹംദുലില്ലാ, സംഗതി നടന്നു. അൽഹംദുലില്ലാ, എന്നെ ഇവിടെ ഇറക്കാൻ സാധിച്ചു. അത് ഇറക്കണമെങ്കിലും അല്ലേ, റബ്ബിൻസിൽനി മുൻസല മുബാറക്കൻ, അള്ളാഹു തന്നെ വിചാരിക്കണം അല്ലെ, ഒരു ഉത്തമമായ സ്ഥലത്ത് ഇറക്കണേന്നില്ലല്ലേ. ഇറക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കാനൊക്കെ അള്ളാഹു വിചാരിച്ചാൽ നടക്കും. നമ്മൾ ഓരോ അനക്കത്തിനും ഓരോ ശാസ്ത്രത്തിനും, ഇതിപ്പോ നമ്മള് മുസ്ലിംസ് മാത്രമൊന്നല്ല കേട്ടോ, വേൾഡിൽ ശാസ്ത്രലോകം വരെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നും പറഞ്ഞിട്ട് നിൽക്കുക. ഓര് പറയുന്ന പ്രപഞ്ചത്തിനാണെന്ന് മാത്രം. എന്ത് പ്രപഞ്ചം? പ്രപഞ്ചമാക്കിയ പ്രപഞ്ചനാഥനല്ലേ. ആക്ച്വലി നമ്മൾ നന്ദി പറയേണ്ടത് അങ്ങനെ ഓരോ കർമ്മത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പിന്നെ തീർച്ചയായും പ്രതിഫലത്തിന്റെ വലിപ്പം പരീക്ഷണത്തിന്റെ വലിപ്പത്തിനനുസരിച്ച. അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിക്കും. ആര് തൃപ്തിപ്പെട്ടുവോ അവന് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്, ആര് കോപിച്ചുവോ അവന് അള്ളാഹുവിന്റെ കോപവും ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ എന്റെ അടുത്തൊക്കെ വന്ന് കൗൺസിലർ ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ വിഷമങ്ങൾ ഇങ്ങനെ കുറെ പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഫാത്തിമ ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചതിന്
ഫാത്തിമക്ക് സ്വർഗത്തിൽ എത്രയോ വലിയ ദറജകളും പദവികളും പല പല സ്വർഗീയ അനുഭൂതികളുണ്ട്. അതിൽ നിന്ന് ഒരു പോയിന്റ് പോലും, എനിക്കൊരു ഏക്കർ സ്ഥലം പോലും എനിക്ക് തരില്ലാതെ അത് നിങ്ങൾക്ക് തന്നെയല്ലേ കിട്ടുക. അപ്പൊ നിങ്ങൾ അത് വിചാരിച്ച് ക്ഷമിക്കുക. കാരണം ഈ പ്രതിഫലത്തിന്റെ ആഴത്തിനനുസരിച്ച്, അല്ല സോറി, പിന്നെ പരീക്ഷണത്തിന്റെ ആഴത്തിനനുസരിച്ച് പ്രതിഫലത്തിന്റെ മലകളുണ്ട് സ്വർഗലോകത്ത് എന്ന് വിചാരിക്കുന്ന അറിയും. അപ്പൊ നമ്മള് വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരൊക്കെ അതാണ് വിചാരിക്കേണ്ടത്. നമ്മളിനിപ്പോ ഒരു കൗൺസിലറോട് ചെന്ന് പറഞ്ഞാലും ആ കൗൺസിലർക്കും കിട്ടില്ല, നമ്മളെ ഉമ്മക്കും കിട്ടൂല, ഉപ്പക്കും കിട്ടൂല, ആർക്കും കിട്ടൂല. ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ പ്രതിഫല ആര് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിതത്തിൽ പല ത്യാഗങ്ങൾ സഹിച്ചുവോ അവർക്ക് ഒരുപാട് പ്രതിഫലം അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരക്കാരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. പക്ഷെ ഒരുപാട് പരീക്ഷിക്കുന്നതിൽ, ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്നതിൽ നിന്നും നമ്മളെ എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷില്ലേ. നമുക്ക് പരീക്ഷണം സഹിക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. അപ്പൊ അത്ര വലിയ വലിയ താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ ഒരിക്കലും നമ്മൾ ചോദിച്ച് വാങ്ങുകയും ചെയ്യരുത്. പിന്നെ പരീക്ഷണങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടാവണേന്ന് ഒരിക്കലും പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അള്ളാഹുവിന്റെ വിധിയിലും ഖദറിലും വിശ്വസിച്ച് അവരെ തൃപ്തിയോട് കൂടിയില്ലേ ഉമ്മ, പിന്നെ ബഹുമാനിയായ ഉമ്മ നൂറ് ബിൻത്ത് അബ്ദുൽ മോസിൻ അൽ ബദറിന് ഞങ്ങൾ വിട നൽകി. അപ്പൊ അവൾക്ക് വിട കഴിഞ്ഞ് മദീനത്ത് വെച്ചിട്ട് വിട പറഞ്ഞ ഫാമിലിയൊക്കെ ഒരുപോലെ അവൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഭയങ്കര ക്ഷമാശീലയായിരുന്നു. ക്ഷമയും സംതൃപ്തിയും നിറഞ്ഞ ജീവിതത്തിന് അള്ളാഹു അവർക്ക് മരണശേഷം തന്നെ അവൾക്കെല്ലാം കാട്ടിക്കൊടുത്തില്ലേ. ഫാമിലിയിലുള്ളവരൊക്കെ കാണുക, അതുവരെ ഉണ്ടായിരുന്ന വിഷമിച്ച് പ്രയാസപ്പെട്ട് കീമോ കൊടുത്ത് കറുത്ത് പരിപാളിച്ച മുഖമൊക്കെ പെട്ടെന്ന് പ്രകാശപൂരിതമായി ചിരിച്ചുകൊണ്ട് കിടക്കുന്നില്ലേ. അതൊക്കെ കണ്ടാൽ നമുക്കറിയാം അവരെ ഇങ്ങോട്ടുള്ള പോക്കിനുള്ള പുറപ്പാടാണ് അല്ലെ. ഒരിക്കലും പിന്നെ മാറാനാവാത്ത ശൂന്യത അവശേഷിച്ചുകൊണ്ട് അവൾ ഈ വാലോകം വിട്ടു പോയി എന്നാണ് പറയുന്നത്. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് അജറമനഅസ്നബല, നല്ലോണം പ്രവർത്തിക്കരുടെ പ്രതിഫലം ഒരിക്കലും അള്ളാഹു പാഴാക്കുകയില്ല അല്ലെ. അള്ളാഹുവിൽ വിശ്വസിച്ച്, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ച് അള്ളാഹു ആണ് ഇതൊക്കെ തരുന്നത് എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി പരിഭവം ഒന്നും ഇല്ലാണ്ട് ക്ഷമിച്ചവർക്ക് അള്ളാഹു ഒരുപാട് പ്രതിഫലങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ക്ഷമിക്കൽ എന്താ സഹിക്കൽ എന്താന്ന് അറിയാത്ത ഒരവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ പിന്നെന്താ പറയാ, വിവരമില്ലായ്കയാണെന്ന് വേണം പറയാൻ. ഇപ്പൊ കുറെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോ എല്ലാ പൊന്നും അവരെടുത്തു, പിന്നെ ഒന്നുമില്ല, വീട്ടിൽ നിന്നും കിട്ടുന്ന പൈസ വീട്ടിലെ ഓരോ സ്വത്ത് വിറ്റ് കൊണ്ടുവരുമ്പോഴും അത് ഹസ്ബൻഡുമാര് വാങ്ങിക്കൊണ്ട് അവസാനം ഒന്നുമില്ല, വീട് വരെ അദ്ദേഹത്തിന്റെ പേരിലായിരിക്കും. പിന്നെ നീ പുറത്തുനിന്നോ ഇവിടെ കണ്ടാന്നൊക്കെ പറഞ്ഞ് പുറത്താക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ. അങ്ങനത്തെ ഹസ്ബൻഡുമാരൊക്കെ ആണെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തുടക്കത്തിലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൈസ വാങ്ങി കൊണ്ടുപോയി കൊടുത്ത് ഉള്ള പൊന്നൊക്കെ എടുത്ത് നിങ്ങൾ ബിസിനസ് ചെയ്തോന്നും പറഞ്ഞ് തീർക്കാനൊന്നും അവരെ കയ്യിൽ അമ്മാനമാടാൻ കൊടുക്കേണ്ടതില്ല. ഇതിലേ ഇത് നമ്മുടെ ഉപ്പ തന്ന സ്വത്താണ്. അത് നമുക്ക് ഭാവിയിലേക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നാൽ ഇത് ഭർത്താവ് മരിച്ചാലും നമുക്ക് ജീവിക്കണമല്ലോ അല്ലെ. അപ്പൊ അത് അങ്ങനെ കൊടുത്ത് പിന്നെ അവസാനം അവര് കിട്ടാണ്ടാവുമ്പോ കണക്കായി കച്ചറായി. അപ്പൊ ഇങ്ങനെ കണ്ട സ്വഭാവം ദൂഷ്യങ്ങളും ഭർത്താവിന്റെ വീട്ടിൽ കണക്കില്ലാത്ത ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുന്നവരുണ്ട്. ഇതിനൊന്നും ക്ഷമ എന്നല്ല പറയാ, സഹനം എന്നാണ് പറയാ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലെ. അതായത് സ്ത്രീകൾ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം, മടികൊള്ളണം, നിസ്കരിക്കാൻ പറ്റൂല, പള്ളി പോകാൻ പറ്റൂല, അങ്ങനെ കണ്ട ഒരുപാട് വിഷമങ്ങളും സഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സഹനം എന്താണ്, ക്ഷമ എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. മാത്രമല്ല നമുക്ക് സഹനവും ക്ഷമയും എന്താണെന്ന് മനസ്സിലാക്കണം. വേറെ തന്നെ ക്ലാസ് പോകണം. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ഈ അള്ളാഹുവിന്റെ അടുത്തുള്ള രോഗം, പരീക്ഷണം, പ്രയാസങ്ങള്, ബിസിനസ്സിൽ പൊളിഞ്ഞു പോയാല്, വീടില്ലായ്ക, ഇതൊക്കെ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ്. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. അതല്ലാണ്ട് നാട്ടുകാരിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന് അനുഭവിക്കുന്നതൊക്കെ നമുക്ക് അത് അന്നേരം തന്നെ എന്തോ ഒരു വർത്താനം ഉണ്ടല്ലോ, മുളയിലേ മുള്ള എന്ന് പറഞ്ഞ പോലെ അത് അന്നേരം തന്നെ ആളുകളായിട്ട് സംസാരിച്ചൊക്കെ തീർക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മരിക്കോളം ഇങ്ങനെ ജീവിച്ച് മരിക്കാൻ നേരം ഉള്ള കൊടുത്ത പൊന്നും സ്വത്തൊക്കെ കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് അവര് വിടല് പിടിച്ച് പുറത്ത് തള്ളുന്ന ഒരവസ്ഥയാണ് ഇന്ന് കുറെ സ്ത്രീകള്. കുറെ പറഞ്ഞൂടാ, ഒരുപാട് നല്ല ആണുങ്ങളും ഉണ്ട്. ഭാര്യ കിട്ടുന്ന 5 പൈസ വാങ്ങാണ്ട് ഭാര്യയും മക്കളെ പൊന്നുപോലെ നോക്കുന്നവരും ഉണ്ട്. എന്നാൽ ചിലർ ഇക്കൂട്ടരിൽ ചിലരും ഉൾപ്പെടുന്നു മാത്രമാണ്.
പിന്നെ ഹിജ്റ 1425 തുടക്കത്തിൽ അവൾ പരീക്ഷിക്കപ്പെട്ടു. ക്ഷമയും സ്ഥിരതയും കൊണ്ട് പരമേൽപ്പിക്കലും കൊണ്ട് 6 മാസത്തിൽ കൂടുതൽ ജീവിതത്തിൽ ഡോക്ടർമാർ വിധി എഴുതി 6 മാസമേ ജീവിക്കുന്നില്ലേ. വിവിധ വൈദ്യ ചികിത്സകൾ, ഷറയ്യ, റഖിയ അതൊക്കെ ചെയ്തു. രഹസ്യമായ ദാനധർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, നിരന്തരമായ പ്രാർത്ഥനകൾ നിമിത്തം ആവർത്തിച്ചിരുന്നു. എന്നിട്ടും അവർ ഇഹലോകം വിട്ടുപോയി. നമ്മളെല്ലാരും ഇഹലോകം വിട്ടു പോകാനുള്ളവരെന്നാണല്ലോ, അവള് മാത്രമല്ലല്ലോ അല്ലെ. അള്ളാഹു കാരണങ്ങളിലൂടെ പ്രയോജനം നൽകില്ല. ഒരുപാട് കാരണങ്ങൾ നിരത്തിയിട്ട് അള്ളാഹു അവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകും. റമദാൻ മാസത്തിലെ നോമ്പുകളെല്ലാം പൂർത്തിയാകും. ചികിത്സക്കിടയിലും നഷ്ടപ്പെട്ട ദിവസങ്ങൾ നോമ്പ് നോറ്റി വിട്ടാൻ ശ്രദ്ധിച്ചു. അപ്പൊ ചൊവ്വാലിൽ 6 നോമ്പും മറ്റു പല സുന്നത്ത് നോമ്പും വരുമ്പോ രോഗം മൂർച്ഛിക്കുമ്പോ കുടുംബത്തിലെല്ലാരും അവൾക്കെതിരെ തിരികെ നോമ്പ് പിടിക്കുന്ന ആ വിഷയത്തിൽ ചർച്ച ചെയ്യാനേ അവൾ നിൽക്കൂല. സംസാരം നിർത്തുകയും ചെയ്ത് നോമ്പ് നോറ്റാളും അല്ലെ. അങ്ങനെ നീ നോമ്പ് പിടിക്കേണ്ട, നീ ക്ഷീണിച്ചിട്ടുണ്ട്, രോഗിക്ക് നോമ്പില്ല എന്നൊക്കെ പറയുമ്പോ അതൊന്നും അവള് കേൾക്കേ ഇല്ല. നോമ്പും പിടിച്ച് ചർച്ച അവിടെ നിർത്തിക്കാളും എന്നാ പറയുന്നത്. സുന്നത്ത് നോമ്പുകളും നോറ്റു. ശവ്വാൽ 17 ആശുപത്രിയിൽ പ്രവേശിച്ച് ദുൽഹിജ്ജ 4 ശനിയാഴ്ച അവളുടെ റൂഹ് പിരിഞ്ഞു അല്ലെ. അള്ളാഹു അവൾക്ക് പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും പിന്നെ ആങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്വർഗ പ്രവേശന ദുആകളൊക്കെ ഇങ്ങനെ പറയുക, കരുണ കാണിക്കുകയും ചെയ്യണേ, പദവികൾ ഉയർത്തുക, അതോടൊപ്പം തന്നെ നമ്മെയും അവളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. നല്ല സദസ്സാണ്. ഈ സദസ്സിലെ ദുആ കബൂൽ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നമുക്കും കൂടെ പ്രാർത്ഥിക്കാം. അവസാനത്തെ 3 മാസങ്ങളിൽ രോഗം വളരെ കഠിനം. നമുക്കറിയാമല്ലേ ഓരോ ക്യാൻസർ രോഗികൾ ഇപ്പം, പക്ഷെ അധികം ക്യാൻസർ ഉള്ള വീട്ടിലൊന്നും പോകാൻ പാടില്ലെന്നുണ്ട്. നമ്മൾ കാണുന്നില്ല അവരുടെ ബുദ്ധിമുട്ടൊന്നുമില്ലേ. വളരെ പ്രയാസമായിരുന്നു. അവളുടെ ഒരു ഞരക്കം, ഒന്നൊരു പരാതി പറയേ വിഷമിക്കേ വേദന ആയാലും ഒരു ഞരക്കം പോലും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും ചെയ്യുമ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവൾ രക്ഷിതാവിനോട് സ്വകാര്യമായി സംസാരിക്കുന്ന പോലെ തോന്നും. അവളുടെ ഹൃദയം അള്ളാഹുവുമായി ബന്ധപ്പെട്ടിരുന്നു. ഡോക്ടർമാര് പോലും ഞങ്ങളോട് ഉപദേശിക്കുകയായിരുന്നു, വേദന സംഹാരികളല്ലാതെ മറ്റൊന്നും അവൾക്ക് ആശ്വാസം ലഭിക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിലൊക്കെ എത്തി. മരുന്നുമായ ഒന്നും ഫലിക്കുന്നില്ല, വേദന സംഹാരി മാത്രം. അവൾക്ക് വേദനയുണ്ടായിരുന്നാൽ പോലും അവൾ സംസാരിക്കുമായിരുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇത്രയൊക്കെ വേദന സഹിച്ചാലും ഒരു പരാതിയില്ല, പരിഭവവും ഇല്ല, ആരോടും സംസാരിക്കുകയില്ല. രോഗം കഠിനമാകുമ്പോൾ മാതൃത്വം ഉണരും. അവൾ സ്വയം മറക്കും. അബൂബക്കർ റളിയല്ലാഹു ഗുഹയിൽ വെച്ച് പിന്നെ നബിസ്വല്ലല്ലാഹു പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ ഓർക്ക് എന്താ പറഞ്ഞ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹു എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അവരെ വേട്ടയാടിയിരുന്നു. ആ ഒരു ഇത് മാത്രമാണ്, ആ ഒരു കരുത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. പ്രയാസം വല്ലാണ്ട് നേരിടുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തി ഹൃദയങ്ങളെ സ്പർശിക്കുകയും പുനർജീവിക്കുകയും ചെയ്യും. എന്നിട്ട് ചോദിച്ചു, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദാ, കഷ്ടപ്പെട്ടവൻ വിളിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുകയില്ലേ? അതോ അവളുടെ ദൈവങ്ങൾ? അത് ആരാണ് ഉത്തരം നൽകുക? അള്ളാഹ് തന്നെയല്ലേ എല്ലാവർക്കും ഉത്തരം നൽകുക അല്ലെ. അപ്പൊ ഈ അവസ്ഥയെ കുറിച്ച് കുട്ടികളൊക്കെ മോളിങ്ങനെ കരഞ്ഞു വിഷമിച്ചപ്പോ പറയാ, ഒരു മുസ്ലിമിന്റെ കാര്യം എല്ലാം ഹൈറാണ് മോളെ, അതുകൊണ്ട് അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ അങ്ങോട്ട് ഈ ഉമ്മ ആശ്വസിക്കുകയാണ് ചെയ്യാന്ന്. പരീക്ഷണം കഠിനമാകുമ്പോൾ ഒരു അടിമ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും ആശ്വാസം നൽകുമെന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നുള്ള വാഗ്ദാനം ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മിച്ചു കൊണ്ടിരുന്നു. എത്ത് പരീക്ഷണം വന്നാലും അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ ഇന്നല്ലാഹ മഅന, എന്നോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രയാസങ്ങളും ക്ഷമിക്കാം അല്ലെ. ക്ഷമിക്കാനുള്ള കരുത്തുണ്ടാവില്ല. നമ്മളാണെങ്കിൽ വിലയും വെളിയും കൂട്ടി എന്താ മരുന്നാണ്, എനിക്ക് ഇവിടെ കടന്നുകൂടാ, അവിടെ വേദന അങ്ങനെ പറഞ്ഞ് കൂടെ നിൽക്കുന്നവരൊക്കെ പ്രയാസപ്പെടുത്തുമായിരുന്നു അല്ലെ. അതൊന്നുമില്ല. അതാണ് പറയുന്നത്, ക്ഷമക്കാണ് അതിലില്ലാത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. എത്ര പ്രയാസങ്ങളെയാണ് നേരിട്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് മാത്രമായിരുന്നു അവൾ സന്തോഷത്തോടെ ഇരുന്നത് എന്ന് വേണം പറയാൻ. പിന്നെ തീവ്ര പരിചരണ വിഭാഗം, അതായത് ICUയിൽ എത്തിയപ്പോൾ ക്ഷീണിച്ച സ്വരത്തിൽ പിന്നെ ശാന്തമായ ഹൃദയത്തോടെ
വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുവിൽ വരമേൽപ്പിച്ച അവർക്ക് അള്ളാഹു തന്നെ മതിയെന്ന് ഇങ്ങനെ നേരെ സ്വരത്തിൽ പറയും. അപ്പൊ ആശുപത്രി കിടക്കയില് നഴ്സുമാരൊക്കെ ചിലപ്പോ വളരെ ചീത്ത എന്തൊക്കെയോ സ്വഭാവത്തിലൊക്കെ കളിക്കുമ്പോ ചീത്ത അറിയില്ല, അങ്ങോട്ട് കിടക്ക് ബീബി, ഇങ്ങോട്ട് കിടക്ക് ബീബി, ചായ കുടിക്ക്, വെള്ളം കുടിക്കുന്നൊക്കെ രൂക്ഷമായ ഭാവത്തിൽ പറയുമ്പോ എന്നോട് അല്പം സൗമ്യം കാണിക്കൂ, ഞാൻ ക്ഷീണിതയും രോഗി ആണെന്ന് ഇങ്ങനെ പറയും പോലെ, ഞാൻ രോഗിയാണ്, ക്ഷീണമുണ്ട്, എനിക്ക് ലേശം സൗമ്യമായിട്ട് സംസാരിക്കും. അവരപ്പോഴും വളരെ സൗമ്യമായിട്ടായിരുന്നു സംസാരിക്കല്. ഒരു അക്ഷമ കാണിക്കുക, അള്ളാഹ്ക്കെതിരെ എന്തെങ്കിലും പറയുകയൊന്നും ചെയ്തില്ല എന്ന് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അവരോട്, അപ്പൊ നേഴ്സ് ഉമ്മനോട് ചോദിക്കുമല്ലോ ഇത് എത്ര കാലായി കിടന്നിട്ട്. അപ്പൊ ഉമ്മ ഇങ്ങനെ വിരല് രണ്ടെണ്ണം അടുപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോ നേഴ്സ് ചോദിച്ചാലേ 2 കൊല്ലമല്ല. അപ്പൊ ഉമ്മ പറയല്ലേ 20 കൊല്ലം അല്ലെ, 20 കൊല്ലൊക്കെ അങ്ങനെ ക്യാൻസറുമായിട്ട് നടക്കാന്ന് വെച്ചാല് നമുക്കറിയാം ചില ക്യാൻസർ 1 മാസം കൊണ്ട്, ചിലത് 6 മാസം കൊണ്ട്, ചിലത് 2 ദിവസം കൊണ്ട് മരിക്കും. അപ്പൊ 20 ദിവസം ഇവരെ കാർന്ന് തിന്നാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ അല്ലേ. പഠിച്ചോനെ ഇതൊക്കെ സഹിക്കാന്ന് പറഞ്ഞാലും ഭയങ്കര കഷ്ടം തന്നെ. നമ്മളെ പോലുള്ളവർക്കൊന്നും അത്രയ്ക്കങ്ങ് ക്ഷമ കിട്ടിയെന്ന് വരൂല. ഇല്ല, അവർക്ക് സ്വർഗലോകം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ ഉമ്മത്തിനെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് ഇന്നത്തെ പോലത്തെ അത്രയും നല്ല ചികിത്സ ഒന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു, കുറെ മുമ്പല്ലേ. അങ്ങനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെച്ച് നഴ്സുമാർ അവനോട് പെരുമാറുന്ന ആ രീതിയെ കുറിച്ചിട്ടൊക്കെ അതിൽ വർണ്ണിച്ച് കേൾക്കും. വളരെ വിഷമം തോന്നില്ല. അവിടെ പിന്നെ ആരും ഇല്ലാലോ, ഒരു ചീത്ത അറിഞ്ഞാലും നമ്മൾ കേൾക്കാണ്ട് നിവൃത്തിയില്ലാലോ. ക്ഷമയുടെ രാത്രികളിലൊന്നിൽ അവളോട് യാത്ര പറയുമ്പോൾ ഒരാൾ കണ്ണ് നീർ മറയ്ക്കുന്നത് അവൾ കണ്ടു. ഫജർ വരെ അവൾ ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കും പോലെ. അതാണ് ഈ ICU കിടന്നായിട്ടുള്ള വലിയ വിഷമം. നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മളടുത്ത് ഭർത്താവോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓല് നമുക്ക് വേണ്ടി ഉറക്കം കഴിഞ്ഞ് ഓല് കയ്യ് ഉഴിഞ്ഞ് കാല് ഉഴിഞ്ഞ് തരുമ്പോ നമുക്ക് അത്ര ഉണ്ടാവില്ല. പക്ഷെ ICU കൊണ്ടുപോയിട്ടാൽ അതൊന്നും ഇല്ലാലോ. അപ്പൊ നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം, മരണം ICUവിൽ വെച്ചാവാതിരിക്കാനല്ലേ. നമ്മളെ വീട്ടിൽ സ്വസ്ഥമായിട്ട് നമ്മളെ കട്ടുമ്പോ കിടന്ന് മരിക്കാൻ വിധി കൂട്ടട്ടെ. കോഴിക്കോടുണ്ട് ഒരു ഹോസ്പിറ്റല്, കാലിക്കറ്റ് നഴ്സിംഗ് ഹോം എന്ന് പറയും. വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത പഴയ ബിഷപ്പ് ഡോക്ടർ ഹോസ്പിറ്റലാ. പക്ഷെ അവിടെ അത്യാസന്നായ രോഗികളൊന്നും ഓല് ICUവിൽ കൊണ്ടുപോയിട്ട് വലിയ വലിയ ട്രിപ്പ് കയറ്റി ഇടങ്ങാറാക്കി ഒന്നും ചെയ്യൂല. ഞങ്ങൾക്ക് ആരൊക്കെ വിളിച്ച് കാണിച്ചോളി പറയും. ഒരു ചെറിയ ഫീസ് റൂമിന് ഇടുള്ളൂ. എന്നിട്ട് അവിടെ എല്ലാ കുടുംബക്കാരും വന്ന് പൊരുത്തപ്പെടിച്ച് കണ്ട് സ്നേഹിച്ചൊക്കെ പോകും. അവിടെ കണ്ട് സുഖമായിട്ട് സമാധാനത്തിൽ മരിക്കും. ഞാൻ പറയും അധികം സീരിയസ് ആണെങ്കിൽ നിങ്ങൾ ബിഷപ്പ് ഡോക്ടറെ കാലിക്കറ്റ് നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയിട്ടാണെന്ന് അറിയും. കാരണം അവിടെ പോയാല് അത്യാവശ്യം നഴ്സുമാരും എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ കെയറും കിട്ടുകയും ചെയ്യും. നമ്മളെ കുടുംബക്കാർക്കൊക്കെ നമ്മളെ കണ്ടും കേട്ടും പൊരുത്തപ്പെടിച്ചിട്ടൊക്കെ മരിക്കുക. എന്റെ ഉപ്പന്റെ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നിട്ട് ആ ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് വന്ന വൈകുന്നേരം 4 മണിക്കേറ്റ ഇവരാണ് സ്ട്രോക്കാന്ന് ഇവർക്ക് തിരിച്ചാ. അപ്പൊ ഒരു വ്യാഴാഴ്ച ദിവസം എനിക്ക് നോമ്പുണ്ട്, ഞാൻ ബോംബെയിലാ. അപ്പൊ ഞാൻ എപ്പം തന്നെ എനിക്ക് പോണെന്ന് പറഞ്ഞപ്പോ എന്റെ മകളെ ഹസ്ബൻഡ് ട്രാവൽസിൽ ആ ഉപ്പൻ ടിക്കറ്റ് ഉണ്ട്, ഉമ്മനോട് പോയിക്കോളാൻ പറയും, ഡ്രസ്സ് എടുത്തോളിന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ എങ്ങനെയോ മാറ്റി. അപ്പൊ ഹസ്ബൻഡ് എവിടെയോ ആണ്. അപ്പൊ മോള് 3 കുട്ടികളെ കൈപിടിച്ചിട്ടാണ് എന്നെ എയർപോർട്ടിലാക്കി തരുന്നത്. 3 ചെറിയ മക്കളെ, 3 ഇല്ല 2. അങ്ങനെ നോമ്പ് തുറക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എന്തോ കരക്കി എടുത്ത് ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ പോയി. ഞാൻ അവിടെ എത്തിയിട്ട് ഇവര് ICUവിൽ ഇട്ടിട്ടില്ല. ICUവിൽ ഇടുന്ന മുമ്പേ ഞാൻ വന്ന് കണ്ടിട്ടിടാന്ന് തന്നെ. അന്നേരം കണ്ട് വർത്താനൊക്കെ പറഞ്ഞ നല്ലപോലെ ICUവിൽ കയറി എപ്പ. അപ്പൊ ഞാൻ എന്തൊക്കെയോ തമാശ അപ്പനെ കണ്ട രോഗത്തിന്റെ ഒരു സീരിയസിറ്റി കാണിക്കൂല. ഞാൻ എപ്പോഴും ഇപ്പാന്നല്ല ഏത് രോഗികളെ കണ്ടാലും അവരോട് തമാശ പറഞ്ഞ് ഓരോ കൊഞ്ചല് വർത്താനം പറഞ്ഞ് ഒന്ന് കുഞ്ഞു എടുത്തൊക്കെ. അപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ ഞാൻ പോകുമ്പോ ഇതൊന്നും ഇല്ലേനല്ലോ ഇങ്ങനെ കാറ്റിയത്. മറ്റേ കതിജനൊക്കെ അനിയത്തിനൊക്കെ എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് എല്ലാം വർത്താനം പറഞ്ഞ ICU കിടന്ന് രോഗം മൂർച്ഛിച്ച് പിന്നെ മിണ്ടാണ്ടായി. വെള്ളമൊന്നും കൊടുത്തില്ല. അപ്പൊ ഇങ്ങനെ ചായ ചോദിക്കും. ഒരു ദിവസം 5 8 ചായ കുടിക്കുന്ന എപ്പാണ്. അങ്ങനെ ഷുഗറൊക്കെ വന്നതാ. എന്നിട്ട് ഒരു ഇറ്റേ പോലും ചായ വരുമെന്ന് വായി നരച്ചെടുക്കാൻ കൂടി സമ്മതിക്കില്ല. ഉമ്മനങ്ങനെ ചോദിക്കും, ഉമ്മനോടാണല്ലോ ചായ കിട്ടുക. അപ്പൊ ഉമ്മനെ കാണാൻ സമ്മതിക്കൂല. ആരെങ്കിലും 2 ആളെ നമുക്ക് ഉപ്പന്റെ ആൾക്കാരൊക്കെ മരിച്ചിട്ട് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ആൾ ഇത്രയും ദിവസം ആശുപത്രി കിടന്നിട്ട് എന്തുകൊണ്ട് നമ്മളോട് പറഞ്ഞില്ല. ആ 21 എന്നിട്ട് മരിക്കുകയും ചെയ്ത് ആരെയിട്ട് കാണാനും പറ്റിയില്ല. എത്രയോ പൈസ ആയ റെന്റ് ICUവിന് കൊടുക്കുകയും വേണം അല്ലെ. അതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പൊ പിന്നെ ഹോസ്പിറ്റൽ വ്യവസായത്തിന്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് അതാണ്. ആരെയും കാണാൻ സമ്മതിക്കില്ല, പൊരുത്തപ്പെടിക്കാൻ സമ്മതിച്ച അത്യാവശ്യം വിവരവും ബോധമൊക്കെ ഉള്ളപ്പോ നമുക്ക് സംസാരിക്കാനും കുടുംബക്കാർക്കൊക്കെ വന്ന് കാണാനും ഒക്കെ പറ്റും. ഒന്നുമില്ലെങ്കിൽ ദൂരെ നിന്ന്
ജനറൽ റൂമിന്റെ പുറത്തുണ്ടെങ്കിലും നിന്ന് കണ്ടുകൂടാ, അതും കൂടെ പറ്റൂല. എന്നിട്ട് ഞാനെപ്പോഴും അങ്ങളോട് ഇങ്ങനെ പറയാം, നമുക്കൊന്ന് ഡിസ്ചാർജ് ചെയ്ത് ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്നാലോ, അയാൾക്കാണെങ്കിലും ഒക്കാണെങ്കിലും നല്ലതല്ല, എല്ലാവർക്കും ഒന്നും കണ്ടുകൂടാ എന്നിങ്ങനെ പറയാം. അപ്പൊ ഡോക്ടർമാർ പറയുന്ന അനുസരിച്ചല്ലേ നിൽക്കാൻ പറ്റൂ, അതിനനുസരിച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്തു. പക്ഷെ അതാണ് ഈ നമ്മളെ ഹോസ്പിറ്റലിന്റെ ഒരു അവസ്ഥ. സീരിയസ് രോഗികളൊന്നും പുറത്തേക്ക് വിടുകയില്ല, എന്നാൽ അവിടുന്ന് മരിക്കുകയും ചെയ്യും. മരിച്ചാട്ട് ആരും കാണുകയില്ല. വേദന ലായില്ലല്ലോ. എന്നിട്ട് തന്നെ തലേ ദിവസം മരിക്കുന്ന തലേ ദിവസം എന്റെ അനിയത്തിന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറെ പ്രശ്നം ഉണ്ടാക്കി. കാണാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വരുന്നുമില്ല, നോക്കുന്നുമില്ല. അങ്ങനെ അതിന്റെ ആ ഒരു കാരണത്താല് നമ്മൾ ഇപ്പൊ തന്നെ റൂഫ് പോകുന്നത് അറിഞ്ഞെന്ന് മാത്രം. നമ്മളെ വിളിച്ചവര് അവർക്ക് എന്തോ സംശയം തോന്നിയിട്ട്, അല്ലെങ്കിൽ അതും കാണൂല, ആരും കാണാണ്ട് അവിടെ കിടന്ന് മരിക്കും. അതാണ്. അപ്പൊ മരിക്കാനായവരെ പോലും അവര് ഈ ബിസിനസിന്റെ കുടുക്കിൽ നിന്ന് വിടൂല. അത്രയും സമയം രോഗി അവിടെ കിടന്നാല് വെന്റിലേറ്ററിലൊക്കെ ഇട്ടാലും അവർക്ക് പൈസ ആണല്ലോ. അങ്ങനെ അതല്ല, അങ്ങനൊക്കെ കിടന്ന് മരിക്കുന്നതിന് തൊട്ട് നമ്മൾ എപ്പോഴും കാക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലെ, ICU പോയി കിടന്ന് ആരെയും കാണാണ്ട് ലായിലായില്ലല്ലോ ചെല്ലാണ്ട്. ചിലപ്പോ രോഗിക്ക് അന്നേരം ബേജാറാണ്, ചെല്ലാൻ കിട്ടിയിട്ടില്ലെങ്കിലോ. അല്ലെ, അപ്പൊ നമ്മൾ അടുത്തൊക്കെ നോക്കി ചെല്ലി കൊടുത്തൂടെ. എന്ത് ഹിന്ദു സിസ്റ്റേഴ്സിന് എന്ത് ലായിലായില്ലല്ലോ വന്നിട്ട്. അപ്പൊ ഒരു പെണ്ണ് അപ്പൊ ഈ മരിക്കാൻ സമയത്ത് ഇങ്ങനെ കണ്ണുനീർ അടക്കി പിടിച്ചും കൊണ്ട് ഓക്സിജൻ മാസ്ക് മാറ്റിയ ശേഷം എന്റെ പൊന്നുമോളെ ഒരു വിശ്വാസിയുടെ കാര്യം മുഴുവൻ ഹൈറാണെന്ന് അവര് പറഞ്ഞു കൊടുക്കുകയാണോ അല്ലെ. അങ്ങനെ ഉള്ള അവസ്ഥയിൽ അന്നേരവും മക്കൾക്ക് ധൈര്യം പകരുന്ന ഒരു ഉമ്മ അല്ലെ, അള്ളാഹുമായി അവരുടെ വചനങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിലും തസ്ബീഹ് ഒന്നും ചെല്ലുന്നതിലും അവര് വിട്ടുവീഴ്ച വരുത്തിയിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവസാനത്തിൽ രോഗം കഠിനമായപ്പോൾ സംസാരം കുറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കുവാനോ അള്ളാഹുവിനെ സ്മരിക്കുവാനോ നമ്മളോ ആയി മാറി. സമാധാനത്തിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കാനും തഹലീലിനെ കുറിച്ചൊക്കെ പറയുവാനും അവൻ മെനക്കെട്ടു. ഓക്സിജൻ മാറ്റി ആയത്തുകൾ പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടു. മറ്റൊരു രാത്രിയിൽ അവൾ സമയത്തെ കുറിച്ച് ചോദിച്ചു. അതായത് പിന്നെ ഈ ICUലായാലും അതാണ്, അവിടെ രാവാണോ പകലാണോ സമയം എത്രയും ഒന്നും അറിയില്ലാലോ. അപ്പൊ ആരോടോ ചോദിച്ചാലോ ഇപ്പൊ സമയം എത്ര, അപ്പൊ ഒരു പറഞ്ഞാലോ സമയം രാത്രിയുടെ 1/3, അതായത് 2 മണിക്ക് ശേഷമാണ്. അപ്പൊ കിബില ഏത് ഭാഗത്തേക്കാന്ന് ചോദിച്ചാൽ ആ ഭാഗത്തേക്ക് തുറന്ന് കണ്ണുകൾ അടച്ച് അവൾ നന്നായി ദുആ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാ പറയുന്നത്. സമീപത്തുള്ളവർക്ക് കേൾക്കുന്ന രീതിയിൽ ദുആ ചെയ്തു. ശുദ്ധമായ ഹൃദയവും ഉന്നതമായ സ്വഭാവമുള്ള നന്മയിൽ പ്രവേശിക്കുന്ന അവൾ നന്മയോടുകൂടി ഹലോമം വിട്ടു പിരിഞ്ഞു. അവരുടെ ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രായമായവരെ ആദരിക്കുമായിരുന്നു. ഒരു കുടുംബ സംഗമത്തിൽ കാപ്പി കുടിക്കുമ്പോൾ രോഗിയെ സന്ദർശിക്കുന്നതിന് അവൾ മുൻഗണന നൽകി. മകന് കാപ്പി കൊടുത്തിട്ട് പറഞ്ഞല്ല, ഇനി അമ്മാവന്റെ അടുത്ത് പോയി കാപ്പി കുടിക്കുന്നത്, അവിടെ പോയിട്ട് വർത്താനം പറയുന്നൊക്കെ. കാരണം അത്രയ്ക്ക് കുടുംബബന്ധം പുലർത്തുന്നതിലും പാവങ്ങളെ സംരക്ഷിക്കുന്നതിനും, അതായത് ഈ കുടുംബ ബന്ധങ്ങളിലുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ അവര് മുൻപന്തിയിലായിരുന്നു. വഫാത്തിന് 3 ദിവസം മുമ്പ് സംസാരത്തിൽ നിന്നും ചലനത്തിൽ നിന്നും തളർത്തിയ കഠിനമായ പനി വന്നു. അങ്ങനെ തുണി നനച്ചിട്ടിട്ടോ വേദന സംഹാരി കൊടുത്തിട്ടോ ഒന്നും ക്ഷമിക്കുന്നില്ലായിരുന്നു. ക്ഷീണിച്ച സ്വരത്തിൽ പറയും അത്രേ, ആരെങ്കിലും മാൽപ്പ് നൽകുകയും രഞ്ജിപ്പ് ഉണ്ടാക്കുകയും ചെയ്താൽ അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മഹലാണ്. അതായത് കുടുംബത്തിലൊക്കെ വിഷയങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രഞ്ജിപ്പ് ഉണ്ടാക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. സർവശക്തന് സ്തുതി. അപ്പൊ ഒരു ഒരു പെങ്ങളെ കുറിച്ചിട്ട് ഇത്രയും തൃപ്തികരമായ രീതിയിൽ എഴുതണമെങ്കിലേ അവളുടെ ഒരു ഭൗതിക ജീവിതം അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്ന് വേണം പറയാൻ. അതല്ല 20 കൊല്ലൊക്കെ രോഗത്ത് കിടക്കാന്ന് പറഞ്ഞ ആ രോഗിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കില്ലേ. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഭക്ഷണം പറ്റൂല, മരുന്ന് കുടിക്കണോ, വായിക്ക് രുചി ഉണ്ടാവൂല, ഒരുപാട് സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല അല്ലെ. ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ മരിച്ചിട്ടും അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് തന്നെ ഇറക്കി. ഇത്രയും സ്നേഹമുള്ള ആങ്ങളമാരൊന്നും ഇപ്പൊ നാട്ടിലെവിടെയും കാണും അല്ലെ. അയാളെ ഒരു ഗുരുനാഥയും കൂടി എന്നാ പറയുന്നത്. അയാളെ ഇപ്പൊ പഠിപ്പിച്ചതും അവളാണ് അത്ര. ബില്ലാഹി തൗഫീഖ്. ആഖിർ ദഅവാന റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഒരു മിനിറ്റ്.
ഒരു മിനിറ്റ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട്